മുസ്ലിം ലീഗിന്റെ പിളർപ്പും 74 ആ കാലഘട്ടങ്ങളിലാണ് ഉണ്ടായത്. കൂട്ടി വായിക്കണം. സമസ്തയിലേക്ക് വന്നു, മുഷാവറയിൽ കാലുറപ്പിച്ചു എന്ന് പറഞ്ഞു. അത് സീറ്റൊക്കെ ഉറച്ച ഉടനെ മൂപ്പർ ആദ്യമായി മുഷാവറയിൽ കൊണ്ടുവന്ന മാറ്റം എന്താണ്? കോഴിക്കോട് ജില്ലാ സുന്നിയോജന സംഘം ഒരു പ്രമേയം കൊണ്ടുവന്നു സമസ്ത മുഷാവറയിലേക്ക്. പാറന്നൂർ മൊയ്തീൻകുട്ടി മുസ്ലിയാർ അവതാരകനും അണ്ടോണ മൊയ്തീൻ മുസ്ലിയാർ അനുവാദകനുമായി കൊണ്ടൊരു പ്രമേയം. അതിന്റെ ഉള്ളടക്കം എന്താ? സമസ്ത കേരള ജമിയത്തുൽ ഉലമ നേരിട്ട് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണം, അല്ലെങ്കിൽ സുന്നിയോജന സംഘത്തെ പാർട്ടിയെ അംഗീകരിക്കണം എന്നാണ് പ്രമേയം. ഇദ്ദേഹം മുഷാവറയിൽ വന്ന ഉടനെ മുഷാവറയിലേക്ക് വരുന്ന ആദ്യ പ്രമേയം. അദ്ദേഹത്തിന്റെ ഒത്താശയോടുകൂടി ഇന്നും അദ്ദേഹത്തിന്റെ ആളുകളായി ഈ അടുത്ത് മരിച്ചുപോയ അണ്ടോണ, അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ, പാർണൂർ ഇന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലോ, അവർ കൊടുക്കുന്ന പ്രമേയമാണ് സമസ്ത നേരിട്ട് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണം, അല്ലെങ്കിൽ SYSന്റെ രാഷ്ട്രീയ പാർട്ടിയെ അംഗീകരിക്കണമെന്ന്. 925 രൂപീകരിച്ച 26 വ്യവസ്ഥാപിതമായി പ്രവർത്തനം തുടങ്ങിയ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അള്ളാഹുവിന്റെ ഔലിയാക്കളും ആരിഫീങ്ങളും സാദാത്തുകളും നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മിനുട്സിൽ നൂറുകണക്കിന് തീരുമാനങ്ങൾ, പണ്ഡിതോചിതമായ തീരുമാനങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയത്തിന്റെ എന്നൊരക്ഷരം ആദ്യമായി സമസ്ത മുഷാവറയുടെ മിനിറ്റ്സിൽ എഴുതേണ്ടി വന്നത് ഇദ്ദേഹം ഈ പ്രമേയം കൊണ്ടുവന്നതിന് ശേഷമാണ്. സമസ്തയുടെ ആലിമീങ്ങൾ പറഞ്ഞു, സമസ്തക്ക് വ്യക്തിപരമായി, സമസ്തയുടെ ആളുകൾക്ക് വ്യക്തിപരമായി രാഷ്ട്രീയം ആവാം, സമസ്തക്ക് രാഷ്ട്രീയം വേണ്ട. ആ പ്രമേയം തള്ളി. ബഹുമാനപ്പെട്ട വാണിയമ്പലം EKS മുസ്ലിയാർക്ക് ആ പ്രമേയത്തിനെതിരെ ശക്തമായി ശബ്ദമുയർത്തി. ആ പ്രമേയം തള്ളി. ഒന്നാമത്തെ അജണ്ട പാളി. എന്നാൽ സമസ്തയിൽ രാഷ്ട്രീയമുണ്ട്, അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പ്രവർത്തകരാണല്ലോ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വ്യക്തികൾക്ക് രാഷ്ട്രീയമുണ്ട്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കോഴിക്കോട് കുട്ടിമാളു അമ്മക്ക് വേണ്ടി, കോൺഗ്രസിന് വേണ്ടി അതിന്റെ സ്റ്റേജിൽ കയറി പരസ്യമായി സമസ്തയുടെ ജനറൽ സെക്രട്ടറി വോട്ട് പിടിച്ചിട്ടുണ്ട്. അന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങള് സമസ്തയുടെ മുഷാവറ മെമ്പറാണ്. ബാഫക്കി തങ്ങളുടെ അധ്യക്ഷതയിൽ സമസ്തയുടെ യോഗം ചേരാറുണ്ട്. കൊയിലാണ്ടി പാണ്ഡ്യാലയ എന്ന് പറയുന്ന ബാഫക്കി തങ്ങളുടെ ആസ്ഥാനത്ത് സമസ്തയുടെ മുഷാവറയും ബാഫി തങ്ങളുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായ ബാഫി തങ്ങളുടെ അധ്യക്ഷതയിൽ ചേരും. അത് കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ യോഗം ചേരും. കുട്ടിമാളവുമൊക്കെ വേണ്ടി സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായി വോട്ട് പിടിച്ച ശംസുൽ ഉലമയിൽ പങ്കെടുക്കാറുണ്ട്. അത് വ്യക്തിപരമായ രാഷ്ട്രീയമാണ്, പക്ഷേ സമസ്തക്ക് രാഷ്ട്രീയം ഉണ്ടാവാറില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായ ബഹുമാനപ്പെട്ട പാണക്കാട് PMSA പൂക്കോയത്തങ്ങൾ സുന്നിയെ കൊന്നാൽ ഷഹീദിന്റെ കൂലി കിട്ടുമെന്ന് പറയുകയും വിശ്വസിക്കുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന സീതി സാഹിബിനെ പോലെയുള്ള കൊടിയ വഹാബികളോടൊപ്പം മുസ്ലിം ലീഗിന്റെ വേദി പങ്കിട്ടിരുന്ന പാണക്കാട് PMSA പൂക്കോയത്തങ്ങൾ മുസ്ലിം ലീഗ് യോഗം കഴിഞ്ഞാൽ ബിദഈ ആശയക്കാർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന സുന്നിയോജന സംഘത്തിന്റെ സമസ്തന്റെ കീഴടകമായ സുന്നിയോജന സംഘത്തിന്റെ പ്രസിഡന്റ് ആയിക്കൊണ്ട് അധ്യക്ഷം വഹിക്കാൻ പാണക്കാട് PMSA പൂക്കോയത്തങ്ങൾ വന്നിരുന്നു. കുറച്ചു കാലം ഈ കാന്തപുരവും അതിന്റെ ജോയിന്റ് സെക്രട്ടറി ആയി പാണക്കാട് തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് ഈ സംസ്ഥയിലെ രാഷ്ട്രീയ നയം അന്ന് അവർക്കുണ്ടായിരുന്നില്ല. ഇവരുടെ കൂടെയുള്ള പലരും പങ്കെടുത്തിരുന്നു. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ 954 മുതൽ സുന്നിയോജന സംഘത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ 959 ഏറനാട് താലൂക്ക് SYSന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. 50കളിൽ പാണക്കാട് PMSA മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ഉമർ അലി ശിഹാബ് തങ്ങളും ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുമൊക്കെ സുന്നിയോജന സംഘത്തിന്റെ ജില്ലാ സംസ്ഥാന നേതൃരംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. 68 ഇദ്ദേഹം സമസ്തയെ പൊളിക്കാനുള്ള അഖില കേരള ജമിയത്തുൽ ഉലമയുടെ നേതാവാണ്. 74ലാണ് സംസ്ഥയിലേക്ക് വരുന്നത്. 74 സംസ്ഥയിലേക്ക് വന്നിട്ട് പറയുന്നു 54 മുതൽ 50കൾ മുതൽ ചെറുപ്പക്കാരായി സംസ്ഥയിൽ പ്രവർത്തിക്കുന്ന പാണക്കാട് സംഘം തങ്ങന്മാർക്ക് സുന്നില്ല. അല്ലാഹു അക്ബർ എന്നൊരു കൂട്ടർ ഏറ്റുപറയും ചെയ്യാം. ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന, സമസ്തയുടെ ബുദ്ധി കേന്ദ്രമായിരുന്ന, സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ സ്ഥാപക പ്രസിഡന്റ് ആയിരുന്ന ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ മുസ്ലിം ലീഗിന്റെ വേദികളിൽ പരസ്യമായി പ്രസംഗിച്ചിട്ടുണ്ട്. പറവണ്ണ മൊയ്തീൻ കുട്ടി മുസ്ലിയാർ, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ
മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായി പ്രവർത്തിച്ചിട്ടുണ്ട് പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. കെ മൗലവി കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് വ്യക്തികളുടെ രാഷ്ട്രീയമാണ്, പക്ഷെ സമസ്തക്ക് രാഷ്ട്രീയമില്ല. അങ്ങനെ ഇദ്ദേഹത്തിനും രാഷ്ട്രീയമാവാം, വ്യക്തിപരമായി രാഷ്ട്രീയമാവാം, സ്വാഗതാർഹം. പക്ഷേ സമസ്തയുടെ കൊടിയും ബോർഡും വേദികളും പള്ളിയും മദ്രസകളും സമസ്ത രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിന് സമസ്തരെതിരാണ്. അതാണ് സമസ്തയുടെ രാഷ്ട്രീയം. ഇന്നും ആ നയമാണ്. അങ്ങനെ അദ്ദേഹം പിന്നീട് തൊള്ളായിരത്തി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ നയമാറ്റം മനസ്സിലാക്കണം. 1910 പ്രത്യേകം പറഞ്ഞ അഫ്ദൽ ഇൽമുൽ ഹാലാണല്ലോ. ഇപ്പൊ പലർക്കും അങ്ങനെ ചില ചിന്തയൊക്കെ വരുന്നുണ്ട്. ഏതായാലും 1978 കിഴക്കോത്ത് പഞ്ചായത്തിൽ കാന്തപുരം വാർഡിൽ PP അബ്ദുറഹ്മാൻ മാസ്റ്റർ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി മുജാഹിദുകാരൻ മത്സരിച്ചു. 78 കിട്ടാം. ഉപരി SBS ഒക്കെ നേതാവായതിന്റെ ശേഷം മുഷാവറിലൊക്കെ വന്നതിന്റെ ശേഷം സംസ്ഥാന നേതാവ് തന്നെയാണ്. അവിടെ അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ സ്റ്റേജിൽ കയറിക്കൊണ്ട് പരസ്യമായി ലീഗിന്റെ സ്ഥാനാർത്ഥി വഹാബിയെ പരാജയപ്പെടുത്തണമെന്ന് പ്രസംഗിച്ചു. വഹാബിയെ പരാജയപ്പെടുത്തണമെന്ന് സംസ്ഥാന നേതാവ് പറഞ്ഞ് നമുക്ക് ഉൾക്കൊള്ളാം. പക്ഷെ അതേ പഞ്ചായത്തിലെ പൂനൂർ വാർഡിലെ അഖിലേന്ത്യാ ലീഗിന്റെ പ്രതിനിധിയായ അബ്ദുറഹ്മാൻ മാസ്റ്ററേക്കാളും സജീവം വഹാബി നേതാവിന് വേണ്ടി പോയില്ല. അവിടുത്തെ ആൾക്കാർ വന്ന് ഇവിടെ വഹാബിയുള്ള പറഞ്ഞപ്പോൾ ഞാൻ അവിടെ പ്രസംഗിച്ച് ഇങ്ങോട്ടും ബാധകമാണെന്ന് പറഞ്ഞു, പോയില്ല. കാരണം അവിടെ അഖിലേന്ത്യാ ലീഗായിരുന്നു. മാത്രമല്ല ആ സമയത്താണ് അദ്ദേഹത്തിന്റെ കല്യാണത്തിന് AV അബ്ദുറഹ്മാൻ ഹാജി വന്നത്. മുജാഹിദ് പിളരുന്നതിന്റെ മുമ്പുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനായ AV അബ്ദുറഹ്മാൻ ഹാജി വന്നു കല്യാണത്തിന്. അത് വിവാദമായപ്പോ പറഞ്ഞു ഞാൻ ക്ഷണിച്ചിട്ടില്ല. അപ്പൊ ചില നേതാക്കൾ പറഞ്ഞു ക്ഷണിക്കാതെ വരണമെങ്കിൽ വലിയ ബന്ധാണല്ലോ പറഞ്ഞു നമ്മളെ ആൾക്കാരെ മറുപടി. അല്ലെ, ക്ഷണിക്കാതെ വരണമെങ്കിൽ വലിയ ബന്ധല്ലേ. തലശ്ശേരി യത്തീംഖാനയിൽ ഫോട്ടോകളൊക്കെ ഉണ്ട്. തലശ്ശേരി യത്തീംഖാനയിൽ സഖർ മുർരി മഹവീത്തി എന്ന് പറയുന്ന 2 വഹാബി നേതാക്കൾ, അങ്ങനെ തന്നെ പറയാം, ഖത്തറിലെ വലിയ സലഫി പ്രസ്ഥാനത്തിന്റെ നേതാവാണ് സഖർ മുർരി. അദ്ദേഹം മഹവീത്തിയൊക്കെ അവരാ സലഫി പ്രസ്ഥാനത്തിന്റെ ആശയം ഉൾക്കൊള്ളാൻ ഒരു കാര്യം പറഞ്ഞുതരാം. അപ്പം മാണൂര്, മലപ്പുറം ജില്ലയിലെ മാണൂര് മഹല്ല് പള്ളി ഇദ്ദേഹം ആദ്യം കാശ് കൊടുക്കാന്ന് പറഞ്ഞു. അതിന്റെ ശേഷം അയാൾ പറഞ്ഞു ഇല്ല ഞാൻ കാശില്ല, കാരണം പള്ളിന്റെ ചുറ്റും കബറുണ്ട്, അപ്പൊ നിങ്ങൾ കബറാരാധന നടത്തുകൊണ്ട് ഞാൻ പള്ളിക്ക് കാശില്ല. നമ്മളെ നാട്ടിലൊക്കെ പള്ളിന്റെ ചുറ്റും കബറുണ്ടല്ലോ. അപ്പൊ ആ മഹല്ലേര് പറഞ്ഞു വേണ്ട നിങ്ങളെ കാശ് വേണ്ടാന്ന് വേറെ അറബിന്റെ കാശ് ഉണ്ടാക്കിയിട്ട് അവിടെ പള്ളി ഉണ്ടാക്കി. അത്രമാത്രം കൊടിയ വഹാബിയായ മഹവീത്തിയുടെ സഖർ മുരിയുടെയൊക്കെ പ്രസംഗം ഇദ്ദേഹം നേരിട്ട് പരിഭാഷപ്പെടുത്തി പോയിട്ട് തലശ്ശേരി എത്തീങ്കാന, അതുപോലെ തിരൂരങ്ങാടി എത്തീങ്കാന MK ഹാജി, കാരണം അന്ന് MK ഹാജി അഖിലേന്ത്യാ ലീഗാണ്. തിരൂരങ്ങാടി എത്തീങ്കാന ഇവരുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തി. ഇന്നും തിരൂരങ്ങാടി എത്തീങ്കാന പോയിട്ട് അതിന്റെ ആ വിസിറ്റേഴ്സ് ബുക്ക് മറിച്ചു നോക്കി ഇയാൾ അഭിപ്രായം എഴുതിയതും ആ ആൽബം ഫോട്ടോ ഒക്കെ ഉണ്ട്, അതിന്റെ കോപ്പി ഉണ്ടായിരുന്നു. ആരോ ഫോട്ടോ കോപ്പി എടുക്കാൻ കൊണ്ടായതാണ്, കാണില്ല ഒന്നും. ഏതായാലും എല്ലാവർക്കും അറിയുന്നതാണത്. അതിനുശേഷം 79 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊണ്ടോട്ടിയിൽ ഇദ്ദേഹം വന്ന് ഞാൻ അമതനുമല്ല വിമതനുമല്ല എന്ന് പറഞ്ഞിട്ട് സീതി ഹാജി വഹാബിയാണ് എന്ന് പറഞ്ഞിട്ട് വഹാബികളെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞ് കൊണ്ടോട്ടി മണ്ഡലത്തിൽ ഒരുപാട് പ്രസംഗിച്ചു. നമ്മളത് ഉൾക്കൊണ്ടു, മൂപ്പരെ സുന്നത്തിയമായത്തെ നമുക്കൊക്കെ മനസ്സിലായി. പക്ഷെ അതേ തെരഞ്ഞെടുപ്പിൽ മേപ്പയൂരിൽ AV അബ്ദുറഹ്മാൻ ഹാജി മത്സരിച്ചിരുന്നു, അവിടെ പോയില്ല, പ്രസംഗിച്ചില്ല. സീതി ഹാജിക്ക് അങ്ങനെ മുജാഹിദിൽ നേരിട്ട് മെമ്പർഷിപ്പ് ഒന്നുമില്ല, എടവണ്ണ മഹലിലാണ്, അവിടെ മുജാഹിദ് അനുഭാവികളാണെന്നൊക്കെ ഉള്ളവർക്ക് മുജാഹിദാണ്. AV മുജാഹിദിന്റെ ഔദ്യോഗിക വൈസ് പ്രസിഡന്റാണ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ്, അവിടെ പോയില്ല, പ്രസംഗിച്ചില്ല. 1982 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സേട്ട് സാഹിബിനും ബനാത്ത് വാലയ്ക്കുമെതിരെ ശക്തമായി പ്രവർത്തിച്ചു. എല്ലാവർക്കും അറിയുന്നതാണ്. SKSMന്റെ നമുക്ക് അറിയില്ലെങ്കിൽ നമ്മളെ മുമ്പുള്ളവർക്ക് നമുക്കൊക്കെ അറിയാം, നിങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ലായിക്കാരം. 84 MDP എന്ന് പറഞ്ഞ മുസ്ലിം ഡെമോക്രാറ്റിക് പാർട്ടി എന്നൊരു പാർട്ടിക്ക് രൂപം നൽകി. 85
മഞ്ചേരിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ബഹുമാനപ്പെട്ട CH മരിച്ചപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായി. ആ ഉപതെരഞ്ഞെടുപ്പിൽ ഫാറൂഖ് മൗലവിക്ക് വേണ്ടി പ്രസംഗിച്ചു. ഉലമാ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ട് ഒരു സമിതി ഉണ്ടാക്കിയതിൽ വാഹന പ്രചരണമൊക്കെ നടത്തി ഫാറൂഖ് മൗലവിക്ക് വേണ്ടി സുന്നിയായ ഇസ്ഹാഖ് ഗുരുക്കൾക്കെതിരെ പ്രവർത്തിച്ചു. അങ്ങനെ അവിടെയുള്ള സുന്നികളെ വോട്ടാണല്ലോ ജയിക്കണത്. അന്ന് ആത്മാർത്ഥമുള്ള സുന്നികളെ വോട്ട് ഈ സുന്നത്ത് ജമാഅത്തിന്റെ നേതാവ് മുഴുസമയം മണ്ഡലത്തിൽ പ്രചരണം നടത്തിയത് കൊണ്ട് തന്നെ സുന്നികളുടെ വോട്ട് അവിടെ ശക്തി തെളിയിച്ചു. 25,000 വോട്ടിന് ഭൂരിപക്ഷത്തിന് ഇസ്ഹാഖ് ഗുരുക്കൾ ജയിച്ചപ്പോ അതിലേറെ കൂടുതൽ സുന്നത്ത് ജമാഅത്തിന്റെ 5,000 വോട്ടിന് ഫാറൂഖ് മൗലവി ജയിച്ചു. 5,000 വോട്ട് കിട്ടിയത്. 25,000 ഭൂരിപക്ഷത്തിന് ഇസ്ഹാഖ് ഗുരുക്കൾ ജയിച്ചത്. സുന്നിയാളെ വോട്ടുകൊണ്ടാണല്ലോ അവരിങ്ങനെ പറയല്. അങ്ങനെ അന്ന് തുടങ്ങിയതാണ് രാഷ്ട്രീയ കളി. ഇവര് സമസ്തയിൽ കയറി വന്ന് അന്ന് പോലെ തുടങ്ങിയതാണ്. 87 ലോകസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് പറഞ്ഞ റഹ്മത്തുള്ള നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ റഹ്മത്തുള്ളക്ക് വേണ്ടി വോട്ട് പിടിച്ചത്. നിങ്ങൾക്ക് റഹ്മത്തും സലാഹും ഉണ്ടാവട്ടെ മണ്ഡലാടിസ്ഥാനങ്ങളിൽ പൊതുയോഗങ്ങൾ നടത്തിക്കൊണ്ട് പ്രസംഗിച്ചു. അന്നൊക്കെ അവരെ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാനാർത്ഥികളുടെ വോട്ടും അതിന്റെ എണ്ണൊക്കെ രാഷ്ട്രീയക്കാർക്ക് അറിയാം. നമുക്കത് അങ്ങനെ കാണാതെ അറിയില്ലെങ്കിലും അന്ന് മുതൽ ഒരു കമ്മ്യൂണിസ്റ്റ് നിലപാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ശരീഅത്ത് പ്രശ്നമുണ്ടായി. ശരീഅത്ത് വിവാദ കാലത്ത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ കോഴിക്കോട് മുജാഹിദ് ജമാഅത്തുകാരുമായി വേദി പങ്കിട്ടു എന്നൊരു പ്രശ്നം മുതലാണ് ഇവർ ഉയർത്തി കാണിക്കുന്നത്. സമസ്ത പിളരാനുള്ള ഒരു കാരണമായിട്ടും അല്ലതാ പറയുന്നത്. ശരീഅത്ത് പ്രശ്നം എന്തായിരുന്നു? ഷാബാനു ബീഗം എന്ന് പറയുന്ന ഒരു പെണ്ണ് വലിൽ മുത്തല്ലഖാത്തി മത്താഉൻ ബിൽ മഅറൂഫി ഹഖൻ അൽ മുത്തഖീൻ എന്ന ആയത്ത് വളച്ചൊടിച്ചുകൊണ്ട് യൂസുഫ് അലിയുടെ പരിഭാഷ നോക്കിക്കൊണ്ട് ജീവനാംശം എന്ന അർത്ഥം പറഞ്ഞപ്പോ ആ പരിഭാഷ നോക്കിക്കൊണ്ട് ഈ പെണ്ണ് ഷാബാനു ബീഗം കോടതിയിൽ കേസ് കൊടുത്ത് എന്റെ ഭർത്താവ് തലാഖല്ലിക്കണ്, ഞാൻ 19 വയസ്സ് കഴിഞ്ഞൊരു പാവപ്പെട്ട പെൺകുട്ടിയാണ്, അവിടെ ഭർത്താവിന്റെ വഴിയല്ലിക്കണ്, ജീവനാംശം കിട്ടണം, 85 വയസ്സിന്റെ മേലുണ്ട്. കോടതി ഈ ആയത്ത് നോക്കിക്കൊണ്ട് വിധിച്ചു ജീവനാംശം കൊടുക്കണം. കോടതി വിധിച്ചു. അങ്ങനെ സുപ്രീം കോടതി ഇന്ത്യൻ പാർലമെന്റിനോട് ആവശ്യപ്പെട്ടു ഏക സിവിൽ കോഡ് നടപ്പാക്കണം. സുപ്രീം കോടതി ഇന്ത്യൻ പാർലമെന്റിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ പാർലമെന്റിനെ പരിഗണിക്കണം. അന്നത്തെ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധി പറഞ്ഞു ഈ പ്രശ്നത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ വികാരം ഉൾക്കൊള്ളണം, അതിനനുസരിച്ച് തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ 27 വിജിലൻസ് ഉദ്യോഗസ്ഥന്മാരെ ഇന്ത്യയുടെ പല ഭാഗത്തേക്കും പറഞ്ഞയച്ചു ഇന്ത്യൻ മുസ്ലിങ്ങളുടെ വികാരം പഠിക്കാൻ വേണ്ടി, അവരുടെ ആ പ്രതികരണം എന്താണെന്ന് മനസ്സിലാക്കാൻ. ആ സമയത്ത് പേഴ്സണൽ ലോ ബോർഡിന്റെ നേതാക്കളായ സയ്യിദ് ഷഹാബുദ്ദീൻ, ബഹുമാനപ്പെട്ട നദ്വി സാഹിബ് അടക്കമുള്ള നേതാക്കന്മാർ നേരെ കേരളത്തിൽ വന്നു, ശംസുൽമന്റെ അടുക്കൽ വന്നു. കാരണം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സംഘടിതമായി പ്രവർത്തിക്കുന്ന കേരളത്തിലാണ്. അതിന് ഏറ്റവും വലിയ നേതൃത്വം നൽകുന്ന സംഘടനയാണ് സമസ്ത, അതിന്റെ സെക്രട്ടറിയാണ് ശംസുൽമ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കോഴിക്കോട് വന്ന് ശംസുൽമയെ കണ്ടു. സേഡ് സാഹിബ് അടക്കമുള്ള നേതാക്കൾ പറഞ്ഞു ഇതാ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വലിയൊരു ഭീഷണി നേരിടുകയാണ്, ഈ സമയത്ത് ഒറ്റക്കെട്ടായി ഏക സിവിൽ കോഡിനെതിരെ നമ്മൾ ശബ്ദിക്കണം, ശരീഅത്ത് സംരക്ഷിക്കണം എന്ന് പറഞ്ഞു. ശംസുൽമ അത് ഏറ്റെടുത്ത് കോഴിക്കോട് മുതലക്കുളം മൈതാനി വലിയൊരു സമ്മേളനം നടത്തി. ആ സമ്മേളനത്തിൽ അധ്യക്ഷൻ ശംസുൽ ഉലമ, ഉദ്ഘാടകൻ സയ്യിദ് ഫസൽ പൂക്കോയത്തങ്ങൾ, അധ്യക്ഷൻ പൂക്കോയത്തങ്ങൾ, ഉദ്ഘാടകൻ ശംസുൽ ഉലമ. ഇതേ സമ്മേളനം മംഗലാപുരത്ത് ഉള്ളാളത്തങ്ങള് അതിൽ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അതുപോലെ പൊന്നുരുന്തി കുഞ്ഞാമുദ് മുസ്ലിയാർ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അവരുടെ ഭാഗത്തുള്ള നേതാക്കളാണ്. അങ്ങനെ ഈ സമ്മേളനത്തിൽ ശംസുൽമ വേദി പങ്കിട്ടത് കൊണ്ട് മുജാഹിദ് ജമാഅത്തുമായി വേദി പങ്കിട്ടു. അതുകൊണ്ട് സമസ്തയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്ന് സെക്രട്ടറി വ്യതിചരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് വേറെ സമസ്ത ഉണ്ടാക്കിയെന്ന് അവർ പറഞ്ഞത്. യഥാർത്ഥത്തിൽ അവിടെ ചർച്ച ചെയ്ത അജണ്ട എന്തായിരുന്നു? ഒരു സമ്മേളനം നോക്കുമ്പോൾ അതിന്റെ പ്രമേയമാണ് നോക്കേണ്ടത്. അവിടുത്തെ പ്രമേയം എന്താ? അവിടുത്തെ പ്രമേയം പേഴ്സണൽ ലോ ബോർഡ് വിഭാവനം ചെയ്യുന്ന ശരീഅത്ത് ആക്ട് സംരക്ഷിക്കണം എന്നാണ്. പേഴ്സണൽ ലോ ബോർഡ് വിഭാവനം ചെയ്യുന്ന ശരീഅത്ത് ആക്ട് സംരക്ഷിക്കണം. എന്താ പേഴ്സണൽ ലോ ബോർഡ് വിഭാവനം ചെയ്യുന്ന ശരീഅത്ത് ആക്ട്? ഒരു ഇന്ത്യൻ മുസ്ലിം ഒരു പ്രശ്നവുമായി 4-5 പ്രശ്നങ്ങളാണ്, തൊലാഖ്, ലിഹാർ, ലിഹാന്, ഹുല്ല് തുടങ്ങിയ പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളുമായി ഇന്ത്യയിലെ ഒരു മുസ്ലിം കോടതിയെ സമീപിച്ചാൽ കോടതി നേരിട്ട് കിതാബ് നോക്കി ഖുർആൻ ഹദീസ് നോക്കി മറുപടി പറയരുത്. കോടതി അവനോട് ചോദിക്കണം ഏത് മുസ്ലിമാണ്. ഇവൻ പറയും ഒരുപക്ഷെ ഞാൻ സുന്നിയാണ് അല്ലെങ്കിൽ ഷിയയാണെന്ന് പറയും. 2 മുസ്ലിമേ കോടതി അറിയുള്ളൂ. ഇന്ത്യയിലെ കണക്കങ്ങനെ 2 മുസ്ലിമേ ഉള്ളൂ. ഷിയയാണെന്ന് പറഞ്ഞാൽ ഷിയാക്കളെ കിതാബ് നോക്കണം. സുന്നിയാണെന്ന് പറഞ്ഞാൽ വീണ്ടും കോടതി ചോദിക്കണം ഏത് സുന്നിയാണ്. 2 സുന്നിയ ഇന്ത്യൻ ഭരണകൂടം അറിയുള്ളൂ, കോടതി അറിയുള്ളൂ. ഒന്ന് ഷാഫി, വേറെ ഹനഫി. വേറെ സുന്നി ഇല്ല ഇന്ത്യൻ കണക്കനുസരിച്ച്. ഷാഫി എന്ന് പറഞ്ഞാൽ മിൻഹാജി എന്ന കിതാബിൽ ഗവൺമെന്റ് അംഗീകരിച്ച കാദ്യമാർ എന്ത് വിധിയാണോ പറയുന്നത് അതേ കോടതി പറയാൻ പാടുള്ളൂ എന്നാണ് അതിന്റെ പേഴ്സണൽ ലോ ബോർഡിന്റെ തീരുമാനം. ഹനഫി ആണെങ്കിൽ ഫതാവ ആലംഗീരി എന്ന കിതാബിൽ എന്താ പറയുന്നത് അത് കോടതി നേരിട്ട് കണ്ടുപിടിക്കരുത്, കാലിമാർ പറയുന്ന വിധി. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ വാദമല്ലേ?
മുജാഹിദോ ജമാഅത്തോ പ്രശ്നവുമായി കോടതിയെ സമീപിച്ചാൽ കോടതി ചോദിക്കും നിങ്ങൾ സുന്നിയ ഷിയാന്ന് ഏതായാലും പറയാൻ പറ്റൂല. സുന്നിയ എന്ന് പറഞ്ഞാൽ ഏത് സുന്നിയ ചോദിക്കും. ഒരു പക്ഷേ അവർക്ക് പറയണം ഞങ്ങൾ ഷാഫിയാണ്, അല്ലെങ്കിൽ പറയണം ഞങ്ങൾ ഹനഫിയാണെന്ന്. അത് മദ്ഹബല്ലേ, മദ്ഹബ് സമസ്തയുടെ വാദമല്ലേ, പ്രമേയല്ലേ. അങ്ങനെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അവിടെ ഉന്നയിച്ച ആ പ്രമേയം അവിടെ ശക്തമായി ഊന്നിപ്പറഞ്ഞത് ശരീഅത്ത് സംരക്ഷിക്കണം, പേഴ്സണൽ ലോ ബോർഡ് വിഭാവന ചെയ്യുന്ന ശരീഅത്ത് ആക്ട് സംരക്ഷിക്കണം. മുജാഹിദ് ജമാഅത്തിന്റെ നേതാക്കൾ പറഞ്ഞു, അവരും പറഞ്ഞു മദ്ഹബിൽ അനുഷ്ഠിതമായ ശരീഅത്ത് സംരക്ഷിക്കണം. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഒറ്റക്കെട്ടായി പറയേണ്ടിയിരുന്നത് മുജാഹിദ് ജമാഅത്തുകാരെ കൊണ്ട് സമസ്തയുടെ സെക്രട്ടറി ശംസുൽ ഉലമ സുന്നത്ത് ജമാഅത്തിന്റെ വാദം അംഗീകരിപ്പിച്ചു എന്നാണ് പറയേണ്ടിയിരുന്നത്. അതിന് പകരം ശംസുൽ ഉലമ അങ്ങോട്ട് പോയി എന്നാ പറഞ്ഞത്. എന്നിട്ട് ഇവരെന്ത് ചെയ്തു? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ കൂടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് നിലപാട് സ്വീകരിച്ചു? വസ്ത്രം മാറ്റുന്നത് പോലെ ഭാര്യമാരെ മാറ്റാമെന്ന് അള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളയും ഖുറാനും നമുക്ക് വേണ്ടാന്ന് EMS പറഞ്ഞു. TK ഹംസയും ഇമ്പിച്ചി വാവയൊക്കെ അത് ഏറ്റുപിടിച്ച് പ്രസംഗിച്ചു. ഇനി ഇതാ പോരാത്ത ഇതിന് 1984 ഫെബ്രുവരി 29 ബുധനാഴ്ച പുറത്തിറക്കിയ ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ, ഒരു പത്രത്തിന്റെ എഡിറ്റോറിയലാണ് ഔദ്യോഗിക അഭിപ്രായം. അതിലിങ്ങനെ ശരീഅത്തിനെ കുറിച്ച് പറഞ്ഞ് അവസാനം പറയുന്നു, വസ്തുത ഇതൊക്കെയായിരിക്കെ ഇസ്ലാം മത നിയമങ്ങൾ മാറ്റങ്ങൾക്ക് വിധേയമാകാതെ നിലനിൽക്കണമെന്ന് ശഠിക്കാൻ ലോക കാര്യങ്ങളെക്കുറിച്ചുള്ള അജ്ഞത കുറച്ചൊന്നും പോരാ. ഇസ്ലാമിക ശരീഅത്ത് നിയമങ്ങൾ മാറ്റാൻ പാടില്ലെന്ന് ലോക മുസ്ലിങ്ങളും കൂട്ടത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ ശക്തമായി കൊണ്ട് ആവശ്യപ്പെട്ടു. ഇന്ത്യൻ പാർലമെന്റിൽ മുസ്ലിങ്ങളായ മുഴുവൻ MP-മാരും ശക്തമായി കൊണ്ട് അവരുടെ രാഷ്ട്രീയം മറന്നുകൊണ്ട് ശരീഅത്ത് സംരക്ഷണത്തിന് വേണ്ടി ശബ്ദമുയർത്തിയപ്പോ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമായ ദേശാഭിമാനി 1984 ജനുവരി 29 ബുധനാഴ്ചത്തെ എഡിറ്റോറിയലിൽ പറയുന്നു, ഇസ്ലാമിക നിയമങ്ങൾ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാകാതെ നിലനിൽക്കണമെന്ന് ശഠിക്കാൻ ലോക കാര്യങ്ങളെക്കുറിച്ചുള്ള അജ്ഞത കുറച്ചൊന്നും പോരാ. എന്നാൽ ഈ പാർട്ടി സമുദായത്തിന് ഗുണം ചെയ്യുന്ന പാർട്ടിയാണ്. അവർ ചെയ്ത ഗുണം സമുദായം ഒരു കാലത്തും മറക്കൂലെന്ന് തക്ബീറുകൾക്കിടയിൽ അദ്ദേഹം പ്രസ്താവിച്ചു. കാലിക്കറ്റ് ടൈംസ് ദിനപത്രം 1989 ജനുവരി 18 ബുധനാഴ്ച 4-ാം പേജിൽ ശരീഅത്ത് ഐക്യം വേണ്ട. ഹെഡിങ്: ശരീഅത്ത് ഭേദഗതി ചെയ്തത് ആദ്യമായി വഹാബികളാണ്. അവരുമായി ശരീഅത്ത് ഐക്യം വേണ്ട എന്നും അവരുടെ കൂടെ ഏത് സുന്നികൾ ഉണ്ടായാലും ആ ഐക്യം ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്നും AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. ശരീഅത്ത് സംരക്ഷിക്കാൻ ഒരു രാഷ്ട്രീയക്കാരന് രംഗത്ത് വരരുത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കാരണം എന്താ? ZR അൻസാരി കോൺഗ്രസിന്റെ, സയ്യിദ് ഷഹാബുദ്ദീൻ, ബനാത്ത് വാല, സേട്ടു സാഹിബ് അടക്കമുള്ള പാർലമെന്റിലെ MP-മാർ മുഴുവനും ശരീഅത്ത് ഭേദഗതിക്കെതിരെ ബില്ല് അവതരിപ്പിച്ചു. അങ്ങനെ ആ ബില്ല് പാർലമെന്റ് അംഗീകരിച്ചു. അങ്ങനെ ഏക സിവിൽ കോഡ് നിയമം റദ്ദാക്കി സുപ്രീം കോടതിന്റെ ആവശ്യം തള്ളിക്കളഞ്ഞുകൊണ്ട് പേഴ്സണൽ ലോ ബോർഡ് വിഭാവന ചെയ്യുന്ന ശരീഅത്ത് ആക്ട് ഇന്ത്യൻ പാർലമെന്റ് അംഗീകരിച്ചു. അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി അത് അംഗീകരിച്ചത് ഇന്ത്യൻ പാർലമെന്റിൽ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ച് ശബ്ദമുയർത്തിയത് കൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ അദ്ദേഹം പറയുന്നു ശരീഅത്ത് സംരക്ഷിക്കാൻ ഒരു രാഷ്ട്രീയക്കാരന് രംഗത്ത് വരരുത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പിന്നെ പറയുന്നു മാർക്സിസ്റ്റ് പാർട്ടി സമുദായത്തിന് ഗുണം ചെയ്യുന്ന പാർട്ടിയാണെന്നും അവർ ചെയ്ത ഗുണം സുന്നത്ത് ജമാഅത്ത് മറക്കുകയില്ല എന്നും തക്ബീറുകൾക്കിടയിൽ അദ്ദേഹം പ്രസ്താവിച്ചു. താനൂരിൽ ആ പ്രസംഗം കേട്ട ആളുകൾ ഇന്നുണ്ട്. 1989 ജനുവരി 18 ബുധനാഴ്ച കാലിക്കറ്റ് ടൈംസ് റിപ്പോർട്ട് ചെയ്തത്. ഇത് ഇസ്ലാമിക വിരുദ്ധ സമീപനമായിരുന്നു. അതുപോലെ മതസ്ഥാപന ദുരുപയോഗ ബില്ല്, ഓരോ പ്രശ്നത്തിനും മതസ്ഥാപന ദുരുപയോഗ ബില്ല്. മതസ്ഥാപന ദുരുപയോഗ ബില്ല്, മതസ്ഥാപനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ജാമിയ മില്ലിയയുടെ ന്യൂനപക്ഷ സ്വഭാവം എടുത്തു കളിയ, അതുപോലെ അലിഗർ യൂണിവേഴ്സിറ്റി ഇതൊക്കെ മതസ്ഥാപനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾക്ക് അവിടെ ദുരുപയോഗം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വിവാദമൊക്കെ ഉണ്ടായി ഒരു കാലത്ത്. ഞാൻ അതിലേക്കൊന്നും കടക്കല്ല. ആ സമയത്ത് മുസ്ലിം പത്രങ്ങൾ മുഴുവനും മതസ്ഥാപന ദുരുപയോഗ ബില്ലിനെതിരെ മുസ്ലിം സംഘടനകളൊക്കെ ഒന്നിച്ചു നിന്നു. നേരെ മറിച്ച് അവിടെ CP അച്യുതൻ യൂണിയൻ മുസ്ലിം ലീഗിന് കനത്ത തിരിച്ചടി എന്ന് പറഞ്ഞിട്ട് അത് ലീഗിന്റെ കാര്യം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതി. പല പാർട്ടികളും അങ്ങനെയൊക്കെ എഴുതി. അതൊക്കെ പോട്ടെ. അതുപോലെ ജാമിയ മില്ലിയ ബില്ലും വർഗീയതയും എന്ന് പറഞ്ഞിട്ട് ദേശാഭിമാനി, മാതൃഭൂമി ഒരുപാട് എഴുതിയിട്ടുണ്ട്. അവരൊക്കെ ഇതിനെതിരാണ്. മതസ്ഥാന ദുരുപയോഗ ബില്ല് തടയണം, ദുരുപയോഗം ചെയ്യുന്നത് തടയണം എന്ന് പറഞ്ഞിട്ട് മാർക്സിസ്റ്റ് പാർട്ടി
അതുപോലെ ചില ഹിന്ദു വർഗീയവാദികളൊക്കെ ലേഖനം എഴുതി. നേരത്തെ മുസ്ലിം സംഘടനകളൊക്കെ ഒന്നിച്ചു. നേരെ മറിച്ച് സുന്നി വോയിസ് 1988 സെപ്റ്റംബർ 16, 22 പുറത്തിറങ്ങിയ ലക്കം 3 പുസ്തകം 11. ആ സുന്നി വോയിസിൽ എന്താ പറഞ്ഞതെന്ന് അറിയോ? ശുദ്ധമായ മതപ്രവർത്തനം ലക്ഷ്യം വെക്കുന്ന സംഘടനകൾക്കോ പ്രസ്ഥാനങ്ങൾക്കോ മതസ്ഥാപന ദുരുപയോഗ ബില്ലിൽ ആശങ്കപ്പെടേണ്ടതില്ല. മതത്തിന്റെ മുഖമൂടി അണിഞ്ഞ രാഷ്ട്രീയക്കാർക്ക് ബില്ല് പേടി സ്വപ്നവുമാണ്. ആ ബില്ല് എങ്ങാനും പാസ്സായിരുന്നെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ അത് പ്രശ്നമായിരുന്നു. അതൊരു ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന ബില്ലായിരുന്നു. അതിനെതിരെ എല്ലാ ന്യൂനപക്ഷങ്ങളും ഒറ്റക്കെട്ടായി ശബ്ദമുയർത്തി. ആ സമയത്ത് ഇവരുടെ പത്രം എഴുതിയത് മതസ്ഥാപന ദുരുപയോഗ ബില്ലിൽ ആശങ്കപ്പെടേണ്ടതില്ല, മതത്തിന്റെ മുഖമൂടി അണിഞ്ഞ രാഷ്ട്രീയക്കാർക്ക് ബില്ല് പേടി സ്വപ്നമാണ്. വിശദമായി എഴുതിയിട്ടുണ്ട്, എന്നോട് വായിക്കാൻ സമയമല്ല. സുന്നി വോയിസ് 1988 സെപ്റ്റംബർ 16, 22 ലക്കം 3 പുസ്തകം 11. ഇനി ബാബരി മസ്ജിദിന്റെ കാര്യം വന്നപ്പോഴോ, ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോ ലോകത്തുള്ള മുസ്ലിങ്ങളൊക്കെ അതിൽ വേദനിച്ചു, ഇന്ത്യയിലെ മുസ്ലിങ്ങളും വേദനിച്ചു. ആ സമയത്ത് ഈ നേതാവിന്റെ ആദ്യം വന്ന സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു അറിയോ? മലപ്പുറം ജില്ലയിലെ പാലപ്പറ്റയിലെ ഒരു പള്ളി സുന്നികൾക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കമ്മിറ്റി മുജാഹിദുകൾക്ക് ഭൂരിപക്ഷമായപ്പോൾ അവർ പിടിച്ചടക്കി. സ്വാഭാവികമാണ്, പള്ളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചടക്കുന്ന ഒരു നാട്ടിൽ നമുക്കൊരു വേദനയുണ്ട്, ദുഃഖമുണ്ട്. പക്ഷെ മുജാഹിദ് ഇപ്പൊ ഗ്രൂപ്പായപ്പോ പള്ളി പൊളിക്കുന്നുണ്ട്. ആ പണി നമ്മൾ ചെയ്തിട്ടില്ല, പിടിച്ചടക്കുന്നേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പള്ളി പിടിച്ചടക്കും, പിന്നെ കമ്മിറ്റിക്ക് ഭൂരിപക്ഷം ഉണ്ടാകുമ്പോൾ ഇങ്ങോട്ട് പിടിച്ചടക്കും, സ്വാഭാവികമാണ്. അതുപോലെ ഞാൻ ചെറുതാക്കി കാണിക്കല്ല, പാരമ്പര്യമായ സുന്നി പള്ളി പാലപ്പറ്റയിൽ മുജാഹിദ് പിടിച്ചടക്കിയിൽ നമുക്ക് അമർഷമുണ്ട്, ദുഃഖമുണ്ട്, ഞാൻ ചെറുതാക്കല്ല. പക്ഷേ മലപ്പുറം ജില്ലയിലെ ഒരു ചെറിയ കുഗ്രാമത്തിൽ നിന്നൊരു പള്ളി സംഭവവും ബാബരി മസ്ജിദും ഒന്നായിക്കൊണ്ട് ഇദ്ദേഹം പ്രസ്താവന ഇറക്കി. പാലപ്പറ്റ പള്ളിയും ബാബരി മസ്ജിദും സുന്നികൾക്ക് തുല്യമാണ്. സിറാജ് അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നത്. ലോക മുസ്ലിങ്ങൾ മുഴുവൻ ഉറ്റുനോക്കുന്ന ഇന്ത്യയുടെ മതേതരത്വത്തിന് കോടാലി വെച്ച, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ മുഴുവൻ ദുഃഖിപ്പിച്ച നമ്മുടെ പള്ളി തകർത്തൊരു സംഭവത്തെ നേരങ്ങോട്ട് ചെറുതാക്കി ഒരു പാലപ്പറ്റ എന്ന കുഗ്രാമത്തിലെ ഒരു പള്ളി മുജാഹിദ് പിടിച്ചടക്കും തുല്യമാണ് എന്ന് സ്റ്റേറ്റ്മെന്റ് ലോക നേതാവിന്റെ. ഇങ്ങനെ ഓരോ പ്രശ്നത്തിലും ഓരോ വിഷയത്തിലും മുസ്ലിം ഉമ്മത്ത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അതിനെതിരായ മാർക്സിസ്റ്റ് പാർട്ടിയെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് ഇദ്ദേഹം സ്വീകരിച്ചത്. മാത്രമല്ല CP അച്യുതൻ DYFIയുടെ നേതാവായ കാലത്ത് നേതാവായ കാലത്ത് അദ്ദേഹം കലാകൗമുദിയിലെ ലേഖനം എം ദാസൻ കലാകൗമുദിയിലെ ലേഖനം എഴുതി. ആ ലേഖനത്തിൽ എന്താ പറഞ്ഞതെന്ന് അറിയോ? ഓരോ DYFIയുടെ പ്രവർത്തകനും മതത്തിന്റെ മൂല്യങ്ങൾക്കെതിരെ പടപൊരുതണം. അതാണ് ഡിഫിയുടെ ലക്ഷ്യം. മതത്തിന്റെ മൂല്യങ്ങൾക്കെതിരെ ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും പ്രത്യേകിച്ച് DYFIയുടെ പ്രവർത്തകനും പടപൊരുതണമെന്ന് ലേഖനം എഴുതിയ അതേ എം ദാസൻ MLA കയ്യിൽ നിന്ന് 1988 കാരന്തൂർ മർക്കസ് സഖാഫത്ത് സുന്നിയിൽ പഠിക്കുന്ന പുത്തനഴിക്കാരം ഇബ്രാഹിം എന്ന 25 വയസ്സായ മേൽവിലാസം നെടുങ്ങാടൻ, യൂണിറ്റ് പുത്തനഴി, ബ്ലോക്ക് വണ്ടൂര്, ജില്ല മലപ്പുറം, പഞ്ചായത്ത് കരുവാരകുണ്ട്, 25 വയസ്സ് ഇബ്രാഹിം നെടുങ്ങാടൻ, തൊഴിൽ പഠനം, സഖാഫി ബിരുദെടുത്തു. മർക്കസിൽ പഠിക്കുന്ന കാലത്ത് എം ദാസൻ MLA കയ്യിൽ നിന്ന് 1,44,995 മെമ്പർഷിപ്പ് പുത്തനഴിക്കാരൻ സഖാഫി എന്ന വിദ്യാർത്ഥി വാങ്ങി. മർക്കസിൽ പഠിക്കുന്ന ഓരോ ഡിഫിയുടെ പ്രവർത്തകനും മതത്തിന്റെ മൂല്യങ്ങൾക്കെതിരെ പടപൊരുതണമെന്ന് കലാകൗമുദിയിൽ ലേഖനം എഴുതിയതിന്റെ തൊട്ടു പിന്നാലെയാണ് ഈ മെമ്പർഷിപ്പ് എടുക്കുന്നത്. നമുക്കതിൽ വിഷമമുണ്ട്. നമ്മുടെ ആളുകൾ പറഞ്ഞു അത് എടുക്കാൻ പാടില്ല. അത് പറഞ്ഞപ്പോ പറഞ്ഞു ഞങ്ങൾ എടുക്കും. ഇപ്പം മറ നീക്കി പുറത്തു വന്നു. സമസ്തയെ സംബന്ധിച്ചിടത്തോളം, SKSFനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കോൺഗ്രസ്സുകാരെ എതിർക്കാറില്ല. ഒരുപാട് രാഷ്ട്രീയ പാർട്ടിയുണ്ട്, ഒന്നിനെ എതിർക്കാറില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമായി കൊണ്ട് ഇസ്ലാമിക ശരീഅത്തിനെതിരെയും ഇസ്ലാം മതത്തിനെതിരെയും രംഗത്ത് വന്നപ്പോൾ അതിനെ മാത്രമാണ് നമ്മൾ എതിർക്കുന്നത്. ഇതാ സലാത്ത് നഗറിൽ അച്യുതാനന്ദനും കൂടെ ഇരിക്കുന്ന ഫോട്ടോ, അങ്ങനത്തെ ഫോട്ടോകൾ ഒരുപാട് പത്രങ്ങൾ അടുത്ത് കണ്ടതാണ്. ഇങ്ങനെ ഈ മെമ്പർഷിപ്പ് ഒക്കെ എടുത്ത് അരിവാൾ ചുറ്റിക നക്ഷത്രങ്ങൾ നെഞ്ചത് മാറത്ത് കുത്തി തലയിക്കെട്ട് കെട്ടിയ മുത്താലിമീങ്ങൾ പരസ്യമായി വോട്ട് പിടിക്കാൻ നടക്കണ കണ്ടപ്പോ
ബഹുമാനപ്പെട്ട മമ്പുറന്തങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഔക്കോയ മുസ്ലിയാർക്ക് എഴുതി കൊടുത്തയച്ചൊരു കത്തിന്റെ പൊരുള് ബഹുമാനപ്പെട്ട മമ്പുറന്തങ്ങളുടെ ആ ദീർഘദൃഷ്ടി കറാമത്ത് നമുക്കിപ്പോൾ ബോധ്യമായി. അസാബുറൂസി കുല്ലുഹും ഖിബിതിയ്യ ദഹ്രിയ്യതുൻ സിന്ദിയ്യതുൻ മിസ്രിയ്യ അസാബുറൂസി ആഖിറൽ അയ്യാമി അഹ്സാബു ദജ്ജാലിൻ മിനൽ ഖുദ്ദാമി ഔകോയ ഖില്ലി യുക്തുബൻ മാ ഖാലതി ഫീ ലഹരി മിഹ്റാബിൽ മജീദിൽ ജുമുഅതി. അസാബുറൂസി റഷ്യൻ സഖാക്കൾ, വിശദീകരിക്കാൻ സമയമല്ല. അവര് ദജ്ജാലിന്റെ പാദസേവകരാണ്, അവര് കിബിത്തികളാണ്. അങ്ങനെ അവരുടെ വിശേഷണമൊക്കെ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞ ഔക്കോയ അവിടുത്തെ ഒറ്റ ശിഷ്യനായ മുരീദായ ഔക്കോയ മുസ്ലിയരോട് പറഞ്ഞു, ഈ കത്തിനി പള്ളിയുടെ മിഹ്റാബിൽ കെട്ടിത്തൂക്കണം. മമ്പുറന്തങ്ങൾ അന്ന് പറഞ്ഞപ്പോ നമുക്കത് മനസ്സിലായില്ല. റഷ്യൻ സഖാക്കൾ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ അവർ പള്ളിയിൽ വരൂലല്ലോ, ചന്തയിലോ അങ്ങാടികളിലോ കെട്ടിത്തൂക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുമായിരുന്നു. പക്ഷേ മമ്പുറന്തങ്ങൾ അത് ദീർഘദൃഷ്ടിയോടുകൂടി കണ്ടു. മതവിദ്യാർത്ഥികള്, പള്ളികളിൽ ഇമാമ് നിൽക്കേണ്ട, ദർസുകൾക്ക് നേതൃത്വം നൽകേണ്ട ബിരുദമെടുക്കുന്ന പണ്ഡിതന്മാർ, മതത്തിന്റെ മൂല്യങ്ങൾക്കെതിരെ പടപൊരുതാനുള്ള ഡിഫിയുടെ മെമ്പർഷിപ്പും എടുത്തുകൊണ്ട് പള്ളിയിൽ ഇമാമ് നിൽക്കാൻ വരും സക്കാഫികൾ. അവരത് കാണട്ടെ എന്ന് മമ്പുറന്തങ്ങൾ അത് നോക്കിക്കണ്ടു. അതുകൊണ്ട് പറഞ്ഞ ഔക്കോയ മുസ്ലിയരോട് പള്ളിയുടെ മിഹ്റാബ് തന്നെ കെട്ടിത്തൂക്കണം. നമ്മൾ അങ്ങനെ അതിനെ മനസ്സിലാക്കുന്നത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിൽ നിന്ന് സമത്വ വ്യതിചരിച്ചു എന്ന് പറയുന്നവർ അവർ ബഹുദൂരം പോയിരിക്കും. അവർ സജീവമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അവർ പറയുന്നത് ഒന്ന്, ചെറിയുന്നത് വേറെ. എല്ലാ കാര്യങ്ങളിലും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നോക്കൂ. ഒരുപാട് വിവാദങ്ങൾ, നമുക്കൊക്കെ അറിയാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അവര് ഒരു കാര്യമാണ്, മുജാഹിദ് ജമാഅത്തിന് സലാം ചെല്ലാൻ പാടില്ല. മുജാഹിദ് ജമാഅത്തിന് സലാം ചെല്ലാൻ പാടില്ല, നമ്മളെ നേതാക്കൾ ചെല്ലും എന്ന് പറഞ്ഞു. ശംസുൽ ഉലമ പ്രസംഗം തുടങ്ങല്ല, ബഹുമാനികളെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കേൾക്കലില്ല. വലിയ സമ്മേളനത്ത് പോലും സലാം ചെല്ലാത്ത ആളാ ശംസുൽ. അങ്ങനത്തെ ശംസുൽ ചെല്ലാ പറഞ്ഞത്. എന്നാ സയ്യിദ് അബ്ദുറഹ്മാൻ ഉള്ളാൾ കുഞ്ഞിക്കോയ തങ്ങൾ എഴുതിയ കത്ത്, ഔക്കാദർ കുട്ടിനെ ഹാക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വൽ ബറക. ബഹുമാനപ്പെട്ട ഔക്കാദർ കുട്ടിനെ ഹാക്ക് എന്നുള്ള കത്താണ്, എന്റെ കോപ്പിയാണ്. ഇതേ കത്ത് ഞാൻ MKജിക്ക് അയച്ചിട്ടുണ്ട് എന്നൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. സലാം ചെല്ലി. ഇനി ഇപ്പോ ജലീല് അദ്ദേഹത്തിന്റെ വീട്ടുകാരൊക്കെ ജമാഅത്ത് പള്ളിക്ക് നിസ്കരിക്കാൻ പോകും. അദ്ദേഹം സിമിക്കാരനായിരുന്നു, ജമാഅത്തുകാരനായിരുന്നു. മർക്കസ് പോയി സലാം ചൊല്ലിയാൽ നമുക്ക് അറിയില്ല കേട്ടോ, കെട്ടിപ്പിടിച്ചതൊക്കെ കണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് നേതാക്കൾ, കുവൈത്ത് കരാർ, ഇങ്ങനെയുള്ളതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ഇനി ഇവിടെ തന്നെ ഉണ്ട് ഫസൽ പൂക്കോയ തങ്ങൾ മുജാഹിദ് ജമാഅത്തിലുള്ള ബന്ധം. ഇനി അതിനൊക്കെ പുറമെ അതുപോലെ വരുന്നു പറയുന്നത് മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല വഹാബികൾക്ക്. അത് വലിയൊരു വിവാദമാണല്ലോ. പ്രവർത്തകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ചോപ്പാല കുഞ്ഞമ്മദ് ഹാജി എന്ന് പറയുന്ന ഒരാള് മലപ്പുറം ജില്ലയിലെ പുളിക്കൽ മുജാഹിദ് മഹല്ലായ പുളിക്കലിൽ നിന്ന് പൂനൂർ സ്കൂൾ അറബിക് മുൻഷി അധ്യാപകനായിരുന്ന ചോപ്പാല കുഞ്ഞമ്മദ് ഹാജി കാന്തപുരത്തേക്ക് താമസം മാറ്റി. സജീവ മുജാഹിദുകാരനാണ്. അയാൾ മരിച്ച് മയ്യത്ത് തുറന്നപ്പോ നമ്മുടെ സാക്ഷാൽ നേതാവ്, കാന്തപുരത്തുള്ള വലിയ നേതാവ് വന്നിട്ട് പള്ളിയർസിൽ കുട്ടികളെ അങ്ങോട്ട് ഇറങ്ങി മയ്യത്ത് നിസ്കരിക്കാൻ വരുന്നതൊക്കെ വിളിച്ചു വരുത്തി ചോപ്പാല കുഞ്ഞമ്മദ് ഹാജിക്ക് മൂപ്പര് മയ്യത്ത് നിസ്കരിച്ചു. സ്വന്തം നാട്ടിലെ പള്ളിയിൽ വെച്ചിട്ട്. നിഷേധിക്കൂ. അദ്ദേഹം പുളിക്കലിൽ നിന്ന് കാന്തപുരത്തേക്ക് താമസം മാറ്റിയ പൂനൂർ സ്കൂളിലെ മാഷാണ്. സജീവ മുജാഹിദ് പ്രവർത്തകനാണ്. അന്നയാൾ അഖിലേന്ത്യാ ലീഗുകാരനായിരുന്നു. ആ ബന്ധാണത്. പള്ളിയിലെ കുട്ടികൾ പോകാൻ പഠിച്ചപ്പോ ഇറക്കി കൊണ്ടുവന്നു. ഇനി പേരോട് സക്കാഫി, അദ്ദേഹം നിസ്കരിച്ചില്ലേ നാദാപുരം പള്ളിയിൽ? അറിയപ്പെട്ട മുജാഹിദുകാരൻ ഇമാം എന്നത് മോൻ മുജാഹിദിനെ നിസ്കരിച്ചു. ഇനി അവരുടെ കൂമണ്ണ കേട്ടി എന്ന് പറഞ്ഞ വലിയ നേതാവുണ്ട്. അദ്ദേഹം സ്വന്തം അളിയനെ നിസ്കരിച്ചു, മയ്യത്ത് നിസ്കരിച്ചു. അവരെ സുലൈമാൻ മുസ്ലിയാർ വലിയ നേതാവാണ്, മുഷാവർ മെമ്പറാണ്. അദ്ദേഹം അച്ഛനമ്പലത്ത് നിസ്കരിച്ച് മുജാഹിദുകാരനെ എത്ര പറയാണ്ട്. എന്നിട്ട് വെറുതെ ജനങ്ങളെ വിവാദത്തിലാക്കും, മഹലിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി. ഇനി മറ്റൊന്ന്, ജുമാന്റെ മുമ്പുള്ള പ്രസംഗത്തെ പറ്റി പറയും, തറപ്രസംഗം അത് പാടില്ല. തറപ്രസംഗം എന്നതിന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ശംസുൽ മലിക് അബൂബക്കർ മുസ്ലിം അബ്ദുല്ലാഹു ബർക്കത്ത് ഒരു പ്രത്യേക അങ്ങനെ പറഞ്ഞിരുന്നു, ജുമാന്റെ മുമ്പിൽ പ്രസംഗം നല്ലതല്ല. പക്ഷെ ബഹുമാനപ്പെട്ട നമ്മുടെ പുത്തൂർ ഫൈസിക്ക് കളമശ്ശേരിയിൽ പ്രസംഗിക്കാൻ ശംസുൽ അനുവാദം കൊടുത്ത സാഹചര്യം പറഞ്ഞു കൊടുത്തു. അപ്പൊ അത് സാഹചര്യം അനുസരിച്ച് ആലുമികൾ തീരുമാനിക്കേണ്ടതാണ്. എന്നാ ഇവരത് പാടില്ല എന്ന് പറഞ്ഞ് നാട്ടിലൊക്കെ കുഴപ്പമുണ്ടാകും. എന്റെ പ്രിയപ്പെട്ട SKSFന്റെ സഹപ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് കാര്യങ്ങൾ, മറ്റൊന്ന് അവരുടെ പണപ്പിരിവിന്റെ കാര്യമാണ്. അതൊക്കെ പറയാതിരിക്കുക നല്ലത്.
നമ്മുടെ UAE അറബികൾക്ക് വിതരണം ചെയ്ത മുമ്പ് സുന്നി അഫ്കാർ പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു ലെറ്ററാണിത്. മർക്കസ് സഖാഫത്ത് സുന്നിയെ പരിചയപ്പെടുത്തുന്ന അൽ ലജ്നത്തുൽ ഖൈരിയ ദാമിൽ ഫുഖറായി വൽ മസാകിൻ എന്ന് പറഞ്ഞിട്ട് മർക്കസ് സഖാഫത്ത് സുന്നിയ അൽ ഇസ്ലാമിയ ഫളീലത്ത് ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ് കാരന്തൂർ കാലിക്കൂത്ത് കേരള അൽ ഹിന്ദ്, അതിന്റെ താഴെ അലൽ ഹിസാബ് താലി ബങ്ക് ദുബൈ അൽ ഇസ്ലാമി പറഞ്ഞിട്ട് ലജ്നൽ ഖൈരിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ബാങ്കിന്റെ നമ്പറും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും ഒഴിവാക്കാൻ നിഷേധിക്കാൻ പറ്റൂല. അതിലൊരുപാട് കാര്യം കാരന്തൂർ മർക്കസിന്റെ നേട്ടങ്ങളും പുരോഗതിയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയുന്നു. വഫീദു മർക്കസ് സഖാഫത്ത് സുന്നിയ അൽ ഇസ്ലാമിയ അന്ന അദദ ദാഖിലീന ഫിൽ ഇസ്ലാം ഫീ കുല്ലി ആമിൻ യസീദു അലാ 3000. ഓരോ വർഷവും കാരന്തൂർ മർക്കസിലേക്ക് കടന്നു വരുന്ന പുതുമുസ്ലിങ്ങൾ 3000-ലധികമാണ്. 3000-ലധികം ആളുകൾ കാരന്തൂർ മർക്കസ് വഴി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. അതിന് താഴെ പറയുന്നു, മർക്കസിലേക്ക് നിങ്ങൾ സംഭാവന ചെയ്താൽ നിങ്ങളുടെ സക്കാത്ത് വീടും ഉറപ്പാണ്. അത് ഏത് ഫിഖ്ഹാണ്, ഏത് മദ്ഹബാണെന്ന് അറിയില്ല. ഇനി അൽ മുസ്ലിമൂൻ പത്രം, അബുല്ലി യതാമ മുസ്ലിമി കേരള, കേരളത്തിലെ മുഴുവൻ എത്തിയും കുട്ടികളെയും ബാപ്പ. ഏത് നാട്ടിലൊരു കുട്ടിന്റെ വാപ്പ മരിച്ചാലും ഉടനെ നേതാവ് പോയി ആ കുട്ടീനെ ഏറ്റെടുക്കും. കേരളത്തിലെ മുഴുവൻ എത്തിയും കുട്ടികളുടെയും വാപ്പ. ഖലീജ് ടൈംസ് 987 മെയ് 23, റമദാൻ 26, 1407 റമദാൻ 20. അവിടെ കണക്കിട്ട ബാബയായിട്ടുള്ള ബന്ധം അവിടെ റമദാൻ 26 നോമ്പിലുള്ള അറബിയുടെ കൈ കഴിഞ്ഞ് കൊടുക്കുക. അതിൽ പറഞ്ഞെന്താ, ഷെയ്ഖ് അബൂബക്കർ ബിൻ അഹമ്മദ് അമീൻ അൽ മസാജിദ് ജമിയത്തുൽ ഉലമാ ഹിന്ദ് കേരള, ഇന്ത്യയിലെ മുഴുവൻ പള്ളികളുടെയും സെക്രട്ടറി. ഇന്ത്യയിലെ മുഴുവൻ പള്ളികൾക്ക് ഒരു കമ്മിറ്റിയുടെ അതിന്റെ സെക്രട്ടറിയാണ് മൂപ്പര്. അതുകൊണ്ട് ഇന്ത്യയിൽ എവിടെ പള്ളി ഉണ്ടാക്കാൻ മൂപ്പരെ ഏൽപ്പിച്ചാൽ മതി. അൽ ഖലീജ് പത്രം, ഇതൊക്കെ അറബികളെ വായിക്കുന്ന പത്രങ്ങളാണ്. 5000 എത്തിയും കുട്ടികൾ എന്ന് വന്നു. ഒരുപാട് നമ്മൾ കണ്ടതാണല്ലോ. ഈ രൂപത്തിൽ ബഹുമാനപ്പെട്ട ദുബൈ ഔഖാഫിന്റെ മുദീറായിരുന്ന ഷെയ്ഖ് ഈസ അൽ മാനി കാരന്തൂർ മർക്കസ് സന്ദർശിച്ചപ്പോ അവിടെയുള്ള കുട്ടികളെ മുഴുവനും കാണിച്ചു കൊടുത്തുകൊണ്ട് ഇത് മർക്കസ് വഴി ഇസ്ലാമിലേക്ക് വരുന്ന ആൾക്കാരാന്ന് പറഞ്ഞത്രേ. നിങ്ങളിപ്പോ ഇവിടെ ഇങ്ങനെ തൊപ്പിട്ടൊക്കെ വന്നിരിക്കണ്ടല്ലോ കുറെ ആൾക്കാർ. അങ്ങനെ നമ്മളെ ഒളവൊട്ട് ഒരു ഉസ്താദ് എന്നോട് MP-നോട് പറഞ്ഞു, ഞാൻ പിന്നെ കുറച്ചും കൂടെ ഇവിടെ പരിചയമുള്ള MP പുതിയ ആളാണ്. MP-നോട് ഇങ്ങനെ പറഞ്ഞു, ഇതൊക്കെ നമ്മളെ സുന്നി സെന്റർ വഴി ഇപ്പൊ തൊപ്പിട്ട് ദീനിക്ക് വന്ന ആൾക്കാരാന്ന് പറഞ്ഞാല് നിങ്ങൾ കേട്ടാ നിങ്ങൾ വെറുതെ വിടുവോ? കേട്ടില്ലെങ്കിൽ വല്ല പ്രശ്നമുണ്ടോ? സ്വകാര്യമല്ല പറഞ്ഞത്. ഈ രൂപത്തിൽ ഷെയ്ഖ് ഈസയോട് പറഞ്ഞു, നമ്മുടെ സ്ഥാപനം വഴി ഇസ്ലാമിക്ക് വന്നതാണ്. ഷെയ്ഖ് ഈസക്ക് സ്വീകരണം കൊടുത്തപ്പോൾ അദ്ദേഹം ചോദിച്ചത്രേ, എന്നത് പരസ്യമായി പറഞ്ഞു, പരസ്യമായി പറയാൻ പറ്റൂല, ഇവിടെ ഹുക്കൂമത്ത് നമുക്കെതിരാണ്. അപ്പൊ കൂടുതൽ വിശ്വാസമായി. മാള മെഡിക്കൽ കോളേജ്, അതിനുവേണ്ടി മർക്കസ് കൊമേഴ്സ്യൽ കോംപ്ലക്സ് പണയം വെച്ചപ്പോൾ, അതൊക്കെ കഴിഞ്ഞുപോയ അധ്യായമാണ്, അതിന്റെ കോപ്പികളൊക്കെ ഉണ്ടതാ. ബാങ്ക് ഗ്യാരണ്ടി മർക്കസ് സഖാഫത്ത് സുന്നിയ ബാങ്കിന് കൊടുത്ത ലെറ്ററാണിത്. ഈ 3000 കുട്ടികൾ ഇസ്ലാമിക്ക് വരുന്നൊക്കെ പറഞ്ഞ് പിരിച്ചിന പൈസ ചെലവാക്കുന്ന കോലാണിതാ ഇത്. പാലക്കാട് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തതും തൃശൂർ ജില്ലയിലെ മാളയിൽ പ്രവർത്തിച്ചു വരുന്നതുമായ ഇമാം റാസി മുസ്ലിം എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലുള്ള മെഡിക്കൽ കോളേജിന് മർക്കസിന്റെ ഷെയറിലേക്ക് 5 കോടി രൂപ സൗത്ത് ഇന്ത്യൻ ബാങ്ക് കോഴിക്കോടിൽ നിന്ന് ലോൺ എടുക്കാൻ തീരുമാനിക്കുകയും അതിന് വേണ്ടത് ചെയ്യാൻ മർക്കസ് ജനറൽ സെക്രട്ടറിയെ അധികാരപ്പെടുത്തുകയും ചെയ്തു എന്ന് അധ്യക്ഷൻ സയ്യിദ് അലി ബാഫക്കി തങ്ങൾ ഒപ്പ് 26/12/2001. ആരാ ജനറൽ സെക്രട്ടറി? അബൂബക്കർ. അയാൾ അധികാരപ്പെടുത്തിയിട്ടുണ്ട് ലോൺ എടുക്കാൻ. സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് 5 കോടി ലോൺ എടുത്താൽ പലിശ ഉണ്ടാവുമോ എന്നുള്ളത് അത് ബാങ്കിന്റെ കിതാബ് ഇതിനോട് ചോദിക്കണം. അത് പറഞ്ഞു റസൂലിനെയും എന്താ പണയപ്പെടുത്തിക്കണെന്നല്ലേ, റസൂലിന്റെ പടയെങ്കിയൊക്കെ പണയം വെച്ചിട്ട് അപ്പൊ ആ ഇത്തിബായാണെന്ന്, നബിന്റെ ഇത്തിബായാണെന്ന് മറുപടി പറഞ്ഞത്. ഈ 5 കോടി രൂപ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അതിന്റെ പലിശ അടക്കാൻ വേണ്ടി UAE-യിൽ നിന്ന് ഒരു അറബിയുടെ അടുക്കൽ വന്നിട്ട് ഒരു അറബി നമ്മുടെ മർക്കസിന്റെ കുണ്ടൂർ മർക്കസിന്റെ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ഖാസിമിയോട് പറഞ്ഞല്ലോ, ഷെയ്ഖ് അബൂബക്കർ വലിയ ഇബ്തിലായിലാണ്, ഇദ്ദേഹത്തിന് വലിയ ഹസാറ വന്നിട്ടുണ്ട് ഒരു മുസ്തഷ്ഫ തുടങ്ങിയിട്ട്, അതുകൊണ്ട് ആ മുസ്തഷ്ഫ തുടങ്ങിയ ആ നഷ്ടം നമ്മളൊക്കെ വകവെച്ച് കൊടുക്കേണ്ടതാണ്, വലിയ ബുദ്ധിമുട്ടാണ്, കേട്ടപ്പോൾ ബുദ്ധിമുട്ടായി തോന്നി എന്ന് പറഞ്ഞു. അപ്പൊ ആ ലോണിന് വേണ്ടി പിരിവെടുത്തി വിടുന്നു. ഈ രൂപത്തിൽ ഇവിടെ UAE-യിലുള്ള ഇവിടെ പറയാൻ ഒരുപാട് പരിമിതി ഉണ്ട്, ഇനി ഒരുപാട് പറയാനുണ്ട്. ഒരുപാട് ഇപ്പൊ മിനിയാന്ന് എനിക്ക് ഞെട്ടിക്കുന്ന ചില കഥകൾ കിട്ടി. ഇങ്ങനെ പറയാൻ പറ്റൂല. ഒരു വലിയ നേതാവ് ഒരു അറബിയിൽ നിന്ന് 4.5 ലക്ഷം റുപ്യ നാട്ടിൽ ബിസിനസ് തുടങ്ങാൻ വേണ്ടി വാങ്ങിയിട്ട് കൊല്ലം കുറയായി. പിന്നെ വരുമ്പോ ഒന്ന് അറബിന്റെ വൈക്കോ അങ്ങനെ അറബി വിളിപ്പിച്ച് വരുത്തി ഭീഷണിപ്പെടുത്തിയപ്പോ ഗഡുക്കളായിട്ട് കൊടുത്തു തീർക്കാവുന്ന വ്യവസ്ഥയൊക്കെ ഉണ്ടാക്കിയപ്പോ കുറച്ച് ഗഡു കൊടുത്തു എന്ന് പറഞ്ഞു.
പിടിച്ചോ പറഞ്ഞത്ര അവിടെ വിദേശികൾക്ക് സ്ഥാപനം തുടങ്ങാൻ പറ്റൂല, അതുകൊണ്ടാണ്. എന്നാൽ എനിക്ക് പറഞ്ഞുകൂടാതെന്ന് വെച്ചപ്പോൾ ഞാനത് പറയാൻ തിരക്കൊണ്ട് വിട്ടുപോയതാണ്. 4.5 ലക്ഷം. വേറെ ഒരാൾ വലിയൊരു നേതാവ് ഒരറബിയിൽ നിന്ന് 6-7 കൊല്ലം മുമ്പ് നാട്ടിലൊരു പള്ളി എടുത്തു. ആ പള്ളിയുടെ സെക്രട്ടറിനോട് നേരിട്ട് പറഞ്ഞതാ. പള്ളി എടുത്തു കൊടുത്തു. അങ്ങനെ ഓരോ കൊല്ലവും ഇന്ത്യന്റെ 1.25 ലക്ഷം റുപ്യ പള്ളിയുടെ ഇമാമിന് ശമ്പളം കൊടുക്കാനും പെയിന്റ് അടിക്കാനും വേണ്ടി കൃത്യമായിട്ട് ഇവിടുന്ന് ഇങ്ങനെ വാങ്ങുന്നുണ്ട്. അങ്ങനെ 6ാമത്തെ ഗഡുവേറ്റ വാങ്ങിയപ്പോ വേറെ ഒരു അറബി ഒന്ന് എന്തേ കൊടുക്കണോ ചോദിച്ചില്ല. പറഞ്ഞില്ല, ഞാൻ പള്ളി ഉണ്ട് അതിന്റെ മെയിൻ്റനൻസിന് വേണ്ടി കൊടുക്കണേ. ഞങ്ങളൊക്കെ അവിടെ പള്ളി എടുക്കണ്ടല്ലോ, പള്ളി എടുത്ത് അവിടെ ഒരു ജമ ഉണ്ടാക്കും, ഓരാണ് പരിപാലിക്ക് പൈസ കൊടുക്കണ്ട പറഞ്ഞല്ലോ. അപ്പൊ ഈ അറബിന്റെ ഓഫീസിൽ വർക്ക് ചെയ്യണ വേറെ ഒരു അമുസ്ലിമായ മലയാളിയോട് ഇതൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ അയാൾ ദുബായിലുള്ള നമ്മുടെ ബന്ധപ്പെട്ട ഒരാള് ആ നാട്ടിലെ ആ പള്ളിന്റെ ആളോട് ചോദിച്ചു, ഇങ്ങനെ ഞങ്ങൾ കമ്മിറ്റി നടത്തുന്നത്, എന്നാ 5-6 ഗഡുപ്പ് വാങ്ങിക്കണം 1.25 ലക്ഷം ഓരോ വർഷം വന്നിട്ട്. എത്ര കഥകൾ, ഒരുപാട് കഥകൾ. കാർബൺ വെക്കാത്ത റെസീറ്റ്, ഒരുപാട് കഥകൾ. റെസീറ്റ് പാറിപ്പോയ പുളയെന്ന് പാറിപ്പോയ കഥയൊക്കെ ഉണ്ട് റെസീറ്റ്. ബഹുമാനപ്പെട്ട KT മാൻ ഉസ്താദ് ഈ പ്രാവശ്യം ഇപ്പൊ തിരിച്ചു പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട മാൻ ഉസ്താദ് ഇപ്പൊ വന്നപ്പോ ഷാർജയിൽ വെച്ച് നമ്മുടെ ഷാർജയിലെ സുന്നത്തമായത്തിന്റെ നേതാവ് കുഞ്ഞുകുട്ടി മുസ്ലിയാർ അവിടെയുള്ള വലിയൊരു പ്രമുഖന്റെ അടുത്ത് കൊണ്ടുപോയപ്പോ കുഞ്ഞുകുട്ടി മുസ്ലിയാർ വിഷയം അവതരിപ്പിച്ചു. ദാർനജാത്തിൽ 200ഓളം എത്തിയും കുട്ടികളാണ്. ഉടനെ മാൻ ഉസ്താദ് പറഞ്ഞു, ഞാൻ പറഞ്ഞോളാം, 166 എത്തിയും കുട്ടികൾ അവിടെ ഉള്ളൂ. മാൻ ഉസ്താദ് തിരുത്തി. അതാണ് നമ്മളെ നേതാക്കൾ. ഇപ്പൊ കഴിഞ്ഞ സംഭവമാണ് ഇത്. 3000 ആളുകൾ വർഷം തോറും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു എന്ന് പച്ചക്കള്ളം പറഞ്ഞ് ഈ പൈസ എന്ത് ചെയ്യുന്നു? ആ പൈസ ആർക്കാ കൊടുക്കുന്നത്? ഒന്ന് മലബാർ മഹോത്സവം 2004 ജൂൺ 19 ശനിയാഴ്ച പുറത്തിറങ്ങിയ പത്രങ്ങളിലൊക്കെ ഉള്ള വിവാദമാണ്. കോഴിക്കോട് ജില്ലാ കലക്ടർ മലബാർ മഹോത്സവത്തിന്റെ കണക്ക് അവതരിപ്പിച്ചു. അതിൽ പറഞ്ഞ് കിട്ടിയ സംഖ്യ പറഞ്ഞു. ഇവിടെ നിന്നൊക്കെ കിട്ടിയത്? സംഘാടക സമിതിയിലേക്ക് ജില്ലാ കലക്ടർ DO സൂരജ് പറഞ്ഞു, കനറ ബാങ്ക് 2 ലക്ഷം രൂപ, പഞ്ചാബ് ബാങ്ക് 1 ലക്ഷം രൂപ, ട്രാവൻകൂർ ബാങ്ക് 1 ലക്ഷം രൂപ, കാരന്തൂർ സുന്നി മർക്കസ് 1/2 ലക്ഷം രൂപ തുടങ്ങി സ്പോൺസർ. മലബാർ മഹോത്സവം എന്ന് പറഞ്ഞാൽ എന്താന്ന് ഇപ്പൊ TV കുറെ ആൾക്കാർ കാണുന്നതാണല്ലോ. തീരെ ദരിദ്രരായ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ഒന്നായിട്ട് ഡ്രസ്സൊന്നും ഇല്ലാതെ കഷ്ടപ്പെട്ട് ഡാൻസ് ഒക്കെ ആടുന്ന ഇതാണ്. അങ്ങനെയുള്ള കുറെ ആഘോഷങ്ങളൊക്കെ നടക്കുന്ന മലബാർ മഹോത്സവം. അതില് 50,000 രൂപ കാരന്തൂർ മർക്കസ് നേരിട്ട് കൊടുത്തു. ഒന്ന്. മറ്റൊന്ന് സംഘ് പരിവാറിന്റെ മർക്കസ് ബന്ധം. ഇത് സുന്നത്തമായത്തിന്റെ പത്രം തന്നെ, നമ്മളാരുമല്ല പറയണത്. 1998 നവംബർ 21 ദേശാഭിമാനി പത്രം, സുന്നത്തമായത്തിന്റെ സാക്ഷാൽ പത്രം, 10ാം പേജിലാണ് പറഞ്ഞത്. അതിലിങ്ങനെ പറഞ്ഞിട്ട് കാണാപ്പുറം എന്നുള്ള ഭക്തിയിൽ അതിൽ പറഞ്ഞിട്ട് അങ്ങനെ അവസാനം പറഞ്ഞു പോണത്, ചേകനൂർ മൗലവി വധം സംബന്ധിച്ച് കേസ് ഒതുക്കുന്നതിന് BJP നേതാക്കൾക്ക് കാന്തപുരം 1 കോടി രൂപ നൽകി എന്നാണ് ചില മുസ്ലിം സംഘടനകളുടെ ആക്ഷേപം. നമ്മളെ കുറിച്ചാണ് പറയുന്നത്. ഇക്കൂട്ടരുടെ വിവരമില്ലായ്മയിൽ പരിതപിക്കുക. ഭീമമായ തുക കൊടുത്തുവെന്ന മട്ടിലാണ് കാന്തപുരം 1 കോടി കൊടുത്തെന്ന് പറയുന്നത്. ഇവർക്ക് കാന്തപുരത്തിന്റെ നിലയും കോടിയുടെ വിലയും അറിയില്ല. 1 കോടി രൂപ എന്നത് കാന്തപുരത്തിന് ഒരു തുകയാണോ? കാന്തപുരത്തെ അങ്ങനെ ചെറുതാക്കാൻ ശ്രമിക്കരുത്. ഒന്ന് പറന്നു വന്നാൽ വീഴുന്ന കോടികൾ എത്ര? ഏതായാലും നിസ്സാരമായ ഒരു തുക കൊടുത്തു. ഉള്ളവർ കൊടുക്കണം, അതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്, നബി തിരുമേനി പറഞ്ഞു തന്നതും. ആക്ഷേപം ഉന്നയിക്കുന്നവർ ഒന്നുകൂടി മനസ്സിലാക്കണം, തുക കുറഞ്ഞു പോയി എന്നാണ് അത് വാങ്ങിയവരുടെ പരാതി. ദേശാഭിമാനി പത്രം 1998 നവംബർ 21 10ാം പേജ്. നമ്മളൊന്നും പറഞ്ഞതല്ല. 1 കോടി രൂപ രാജഗോപാലിന് കൊടുത്തു. അത് കൊടുത്ത കാറിലേക്ക് എടുത്ത് വെച്ച് കൊടുത്ത സക്കാഫി പടച്ചോനെ പണി നോക്കാൻ ഇപ്പൊ നമ്മളൊപ്പം ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, ഉള്ളിച്ചാക്കിൽ ഇങ്ങനെ തൂക്കി. കാരണം 100ന്റെ നോട്ടായിട്ട് എണ്ണാൻ നേരമില്ല. അവസാനം 100ന്റെ നോട്ട് ഇങ്ങനെ വെച്ച് തൂക്കി നോക്കുമ്പോൾ 300 ചില്ലാനും കിലോ ഉണ്ട്. അത് ഉള്ളിച്ചാക്കിലായിട്ട് കാറിന് ഡിക്കിക്ക് വെച്ച് കൊടുത്തിപ്പെട്ട ഒരാളാണ് ഞാൻ. 3000 ആളുകൾ മർക്കസ് വഴി ഇസ്ലാമിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ് പാവപ്പെട്ട അറബികളെ പറഞ്ഞ് പറ്റിച്ചു വാങ്ങുന്ന കാശ് മലബാർ കലോത്സവത്തിനും ബാങ്കിൽ ലോൺ എടുക്കാനും നമ്മൾ അറിയാത്തത് എത്ര. ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ വന്ധ്യരായന് 2 കാര്യങ്ങൾ
നമ്മൾ പ്രവർത്തകരെ ബോധ്യപ്പെടുത്തേണ്ടത്. 2 പോയിന്റ് മാത്രം പറഞ്ഞാൽ മതി നമ്മുടെ സമസ്തയായിട്ടുള്ള വ്യത്യാസം. ഒന്ന്, നമ്മുടെ നേതാക്കളും അവരുടെ നേതാക്കളെയും വിലയിരുത്തുക നിഷ്പക്ഷമാണ്. നമ്മുടെ വന്യരായ ഉസ്താദന്മാർ സമസ്തയ്ക്ക് വേണ്ടി സമ്പത്ത് മുഴുവനും ചെലവഴിച്ച വാളക്കുളം മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു 960കളിൽ ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി മുസ്ലിയാർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്ത് അക്കാലത്തുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഒരു വഖഫാത്താകുമ്പോ 27 നയാ പൈസ മാത്രമാണ് തന്റെ സ്വത്തായിട്ടുള്ളത്. മറ്റത് മുഴുവനും സമസ്തയ്ക്ക് വേണ്ടി ചെലവഴിച്ചു. സമസ്തയുടെ നാട്ടിലുള്ള മുഴുവൻ നേതാക്കളും അങ്ങനെ. ഇനി ഗൾഫിൽ വരുന്ന നേതാക്കൾ ബഹുമാനപ്പെട്ട കെ ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു കെ അബൂബക്കർ സറത്ത് ഒരുപാട് കാലം ഗൾഫിൽ വന്നിട്ടുണ്ട്, അറബികളെ കണ്ടിട്ടുണ്ട്, ഒരുപാട് പിരിച്ചിട്ടുണ്ട്. വളാഞ്ചേരി മർക്കസ് തർബിയത്തിൽ ഇസ്ലാമിയ ഉണ്ടാക്കി, ഒരുപാട് പള്ളികൾ ഉണ്ടാക്കി, മുഅല്ലിം ക്ഷേമനിധിയിലേക്ക് ഒരുപാട് ആസ്തി ഉണ്ടാക്കി, പട്ടിക്കാട് ജാമിയ നൂരി അറബി കോളേജിൽ പഠിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള വിദ്യാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡ് തന്നു. ഇങ്ങനെ ഗൾഫിൽ നിന്ന് പിരിച്ച് ഒരുപാട് ചെലവഴിച്ച മഹാനായ കെ ഉസ്താദ് താനൂര് മുദരിസായ കാലത്ത് ആ നാട്ടിൽ ഉണ്ടാക്കിയ ചെറിയൊരു തെങ്ങിന്റെ വളപ്പും വീടും വഫാത്താകുമ്പോൾ അത് മാത്രമേ കെ ഉസ്താദിന്റെ സ്വത്തായിട്ടുള്ളൂ. ബഹുമാനപ്പെട്ട ടി മാനു മുസ്ലിയാർ തവ്വലല്ലാഹു ഉംറഹു ഇന്നത്തെ സമസ്തയുടെ കാരണവരായ മാനുസ്താദ് ഇടക്കിടക്ക് ഗൾഫിൽ വരുന്നുണ്ട്, അറബികളെ കാണുന്നുണ്ട്, പണം പിരിക്കുന്നുണ്ട്. ദാറുൻ നജാത്ത് വലിയൊരു വിദ്യാഭ്യാസ സമുച്ചയം നാട്ടിലുണ്ട്, ഒരുപാട് പള്ളികൾ ഉണ്ടാക്കുന്നു, ദീനി സ്ഥാപനങ്ങൾക്ക് സംഭാവനകൾ നൽകുന്നു. ആ മാനുസ്താദ് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഞാൻ പറയട്ടെ. ബഹുമാനപ്പെട്ട മാനുസ്താദ് ഇന്നും നാട്ടിൽ ജീവിക്കുന്നത് സ്വന്തം ഭാര്യയുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന ചില്ലറ റബ്ബറിന്റെയും കുരുമുളകിന്റെയും ഒക്കെ വരുമാനം കൊണ്ടാണ്. ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു സമസ്തയുടെ ഉന്നത നേതാവായ നാട്ടിക ഉസ്താദ് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. വലിയ ഉന്നത മുതലാളിമാരുടെ കൂടെ നാട്ടിക ഉസ്താദ് പ്രവർത്തിച്ചിരുന്നു. ഒരിക്കൽ മുസ്ലിം ഐക്യവേദി എന്ന പേരിൽ ഇവിടെ മാസപ്പിറവിയുടെ വിവാദം അതിലേക്കൊന്നും കടക്കുന്നില്ല, സമയം ചുരുക്കമാണ്. മുസ്ലിം മഹല്ലത്തുകളിൽ കുഴപ്പമുണ്ടാക്കാൻ, മുസ്ലിം മഹല്ലത്തുകളിൽ ഒരേ ദിവസം ഒരേ വീട്ടിൽ പെരുന്നാളും നോമ്പും കഴിച്ചുകൊണ്ട് കുഴപ്പമുണ്ടാക്കിയ സംഭവമൊക്കെ ഉണ്ടായി. അത് ഇല്ലാതെയാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ് മുൻകൈ എടുത്തുകൊണ്ടൊരു ശ്രമമുണ്ടായി. അത് ഫലിച്ചു. ഇന്ന് മാസം പലയിടത്തും ഉറക്കണില്ല, കണ്ടാലൊന്നും ഉറക്കണില്ല പലയിടത്തും. പാണക്കാട് തങ്ങന്മാരും കോഴിക്കോട് കാലിമാരും പറഞ്ഞത് ഇന്ന് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം മുമ്പൊക്കെ കുറച്ച് ഉറപ്പിച്ചു നോക്കി. അങ്ങനെ മഴ പെയ്യുമ്പോൾ പൈക്കളൊക്കെ കയറിക്കണമാതിരി പീഡിയകൊലയമ കയറുന്ന കുറച്ച് കുട്ടികൾ അങ്ങനെ പെരുന്നാൾ സ്കരിച്ചു എന്നല്ലാതെ അവരെ ജില്ലാ കാലിമാര് പോലും അംഗീകരിച്ചില്ല. കണ്ണൂർ ജില്ലാ കാലി പരസ്യമായി പത്രത്തിൽ പ്രസ്താവന ഇറക്കി, ആ മാസപ്പറയുമായി എനിക്ക് ബന്ധമില്ലാന്ന്. ചിത്താരി അംസം മുസ്ലിയാർ പ്രസ്താവന ഇറക്കിയ പത്രമിടുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട വയനാട് കാലി സുലൈമാ മുസ്ലിയാർ പറഞ്ഞ് എനിക്ക് ബന്ധമല്ല. പൊന്നുരുന്തി കുഞ്ഞാ മുസ്ലിയാർ മാറിന്നു. അതിനുശേഷം ജില്ലാ കാലിമാരിപ്പോ മാസം കാണലുമില്ല, കണ്ടാലും ഉറക്കലുമില്ല. അതുപോട്ടെ, ആ വിഷയത്തിന് മുൻപന്തിയിൽ നിന്ന് ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ് ഒരിക്കൽ ഗൾഫാർ മുഹമ്മദ് അലി, യൂസുഫ് അലി, അബ്ദുൽ വഹാബ് അടക്കമുള്ള ഒരു മുതലാളിമാരുടെ സദസ്സിൽ വെച്ചൊരു വലിയ മുതലാളി ചോദിച്ചത്രേ, നാട്ടിക ഉസ്താദ് എന്താണ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി? ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ് പറഞ്ഞു, എനിക്ക് നല്ല റബ്ബർ ആസ്തി ഉണ്ട്, എനിക്ക് റബ്ബർ എസ്റ്റേറ്റ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. നാട്ടിക ഉസ്താദ് കളവല്ല പറഞ്ഞത്, 10-40 സെന്റ് സ്ഥലത്ത് കുറച്ച് ഉണങ്ങിയ റബ്ബർ മരം നിൽക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ് വഫാത്തായി നോക്കുമ്പോൾ ആ കുട്ടികൾ തീർത്തും അനാഥരാണ്. ഇന്ന് ബഹുമാനപ്പെട്ട ഡോക്ടർ ഒളവട്ടൂര് സെക്രട്ടറിയായ സുന്നി കൗൺസിൽ മുൻകൈ എടുത്തുകൊണ്ട് UAE-യിൽ നിന്ന് വളരെ അടുത്ത് ബന്ധപ്പെടുന്ന നാട്ടിക ഉസ്താദിന്റെ ഖാസായ സ്നേഹിക്കുന്ന ആളുകളെ മാത്രം കണ്ട് മേലാറ്റൂരങ്ങാടിയിൽ 11 സെന്റ് സ്ഥലം ആ കുട്ടികൾക്ക് വരുമാനത്തിന് വേണ്ടി കെട്ടിടമുണ്ടാക്കാൻ വേണ്ടി UAE-യിലെ സുന്നി കൗൺസിൽ സ്ഥലം വാങ്ങി വഖഫ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് പ്രിയമുള്ളവരെ നമ്മുടെ നേതാക്കൾ. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, സിദ്ദീഖ് ഫൈസി വാളക്കുളം, ബഹുമാനപ്പെട്ട ഇരിക്കുന്ന MP അദ്ദേഹം ഇഷ്ടപ്പെടൂല. അവരൊക്കെ വീട് നിങ്ങളൊന്ന് പോയി കാണണം. അവരെ നാട്ടിലെ സാമ്പത്തിക സ്ഥിതി ഒന്ന് അന്വേഷിക്കണം. അവർ കഷ്ടപ്പെട്ട് എങ്ങനെ ജീവിക്കുന്നു എന്ന് നമ്മുടെ SKSF, SVS മുതലുള്ള നേതാക്കളെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. അവരുടെ നാട്ടിൽ പോയിക്കൊണ്ട് നേരത്തെ സാമ്പത്തിക സ്ഥിതിയുള്ള കുറച്ചാളുകൾക്ക് മെച്ചമുണ്ട് എന്നതൊഴിച്ചാൽ ദീന് കൊണ്ട് സുന്നത്ത് ജമാഅത്ത് കൊണ്ട് സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞ് കമ്മീഷൻ വാങ്ങിയിട്ടോ അല്ലാതെ അറബികളെ കബളിപ്പിച്ചോ അല്ലെങ്കിൽ പീഡികളിൽ മുഴുവനും പെട്ടിവെച്ചും അല്ലാതെയും കൊണ്ട് പിരിക്കുന്ന സ്വഭാവം നമ്മുടെ ആളുകൾക്കില്ല. ഇത് സമൂഹത്തെ നാം ബോധ്യപ്പെടുത്തണം. എനിക്കറിയാം, 2-3 വർഷം മുമ്പ് കൊളത്തൂരിലൊരു സ്ഥാപനം, കുട്ടികൾ 12, റിസീവർമാർ 24. ഒരു കുട്ടിക്ക് 2 റിസീവർ ഒരു സമയത്ത്, 24 റിസീവർമാർ പിരിച്ച് പോറ്റുന്നത് 12 കുട്ടികളെ. ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ നാട്ടിൽ സമൂഹത്തിലൊക്കെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. എല്ലാ സ്ഥലത്തും പിരിവ്, അതിനു വേണ്ടി അങ്ങനെ ഒരുപാട് കഥകൾ. പിരിവാനന്തര കോഴ്സ് ഇതാ 995 ഏപ്രിൽ 29 പുറത്തിറക്കിയ സിറാജ് പത്രമാണ് ഈ കാണിക്കുന്നത്. 995 ഏപ്രിൽ 29 സിറാജ് പത്രത്തിൽ
പിരിവാനന്തര കോഴ്സുകൾ പൂർത്തിയാക്കണം. സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതിനും കോംപ്ലക്സുകൾ ഉണ്ടാക്കുന്നതിനും വ്യവസ്ഥാപിതമായ ആസൂത്രിത പദ്ധതി ആവശ്യമാണ്. അതില്ലാത്തത് കൊണ്ട് ഇന്ന് സാമ്പത്തികമായി നാം പരാധീനതയിലാണ്. നാം എന്ന് പറഞ്ഞാൽ പരാധീനതയിലാണ്. മദ്രസകളിൽ പഠന സമയത്തിന് ശേഷം മറ്റ് വിദ്യാഭ്യാസ പരിപാടികളും അഗതി മന്ദിരവുമൊക്കെ തുടങ്ങാവുന്നതാണ്. ഒപ്പം ഇതിന്റെ പേര് പറഞ്ഞ് പിരിവ് നടത്താം. പക്ഷേ ഈ പിരിവിന് പിരിവാനന്തര കോഴ്സ് പൂർത്തിയാക്കണം എന്ന കണ്ടീഷനുണ്ട്. പ്രാസ്ഥാനിക സമ്മേളനത്തിൽ ഒരു പണ്ഡിതൻ പറഞ്ഞതാണ്, പിരിവാനന്തര കോഴ്സ് പൂർത്തിയാക്കണം. ആ കോഴ്സ് ശരിക്കും പൂർത്തിയാക്കിയ ആൾക്കാർ വന്നാൽ പിരിച്ചിന് ഇവിടെ UAE എല്ലാ ഗൾഫും പിരിവന്നെ പിരിവ് നിഷേധിക്കണ്ട. 995 ഏപ്രിൽ 29 സിറാജ്. ഇതിൽ മറ്റൊരു വാർത്തയുണ്ട്, എടുത്തപ്പോ തന്നെ പറയാം. ഇപ്പൊ പറയല്ലോ നമ്മൾ മസ്ലഹത്തിനെതിരെ ഓലും മസ്ലഹത്തിന് ഇങ്ങനെ നടന്നിട്ട് നമ്മളെ ആൾക്കാർ അധികാരം പോകിച്ചിട്ടാണ് ഈ മസ്ലഹത്തിന് പോകത്തുന്നല്ല പറയുന്നത്. എന്നാൽ ഇതിൽ പറയുന്നുണ്ട് മസ്ലഹത്തിന് വരുന്നവർ മയ്യത്ത് കട്ടിലുമായി വരിക. ഇതേ പത്രം 995 ഏപ്രിൽ 29 സിറാജ്. സുന്നി പണ്ഡിതന്മാർക്കിടയിലുണ്ടായ സൗഭാഗ്യകരമായ ഭിന്നിപ്പിന്റെ അടിസ്ഥാനത്തിൽ, സൗഭാഗ്യകരം എന്നാ പറഞ്ഞത്, ദൗർഭാഗ്യകരല്ല. കാരണം നമ്മളെ നേതാക്കളെ കീഴിലായിരുന്നെങ്കിൽ ഇങ്ങനെ കഴിയുമല്ലോ, അതുകൊണ്ട് അവർക്ക് സൗഭാഗ്യകര. സുന്നി പണ്ഡിതന്മാർക്കിടയിലുണ്ടായ സൗഭാഗ്യകരമായ ഭിന്നിപ്പിന്റെ അടിസ്ഥാനത്തിൽ മസ്ലഹത്തിന് പേര് പറഞ്ഞ് പണ്ഡിതന്മാരുടെ അടുത്ത് വരുന്നവരോട് അവസാനമായി നമ്മുടെ നേതാക്കൾ പറഞ്ഞത് മസ്ലഹത്തുമായി വരുന്നവർ മയ്യത്ത് കട്ടിലുമായി എത്തുക എന്നായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ നേതാക്കളുടെ അവസ്ഥ ഇതാണ്. ദീനും സുന്നത്തമായത്തും പറഞ്ഞു സാധാരണക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമ്മുടെ ഓരോ നേതാക്കളുടെ നാട്ടിൽ പോയി മുമ്പത്തെ സാമ്പത്തിക സ്ഥിതി ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി അന്വേഷിക്കുക. ഇനി അവരുടെ സാക്ഷാൽ ഉന്നത നേതാവ്, കേരളത്തിൽ അറിയപ്പെട്ട ഉന്നത മുതലാളിമാരുടെ കൂട്ടത്തിലല്ല, അവരുടെ മേലെണ്ണാൻ പറ്റുന്ന ഒന്നാം തരം മുതലാളിയാണ്. ഒന്ന്. അതിന്റെ താഴേക്കടിയിലെ നേതാക്കളൊക്കെ ഞാൻ പേരെടുത്ത് അങ്ങനെ പറയുന്നില്ല. സിമന്റ് ഫാക്ടറി, അവരുടെ ആളുകൾ മാത്രം നടത്തുന്ന സിമന്റ് ഫാക്ടറിയിൽ കോടികളുടെ ആസ്തിയുള്ള നേതാക്കളുണ്ട്. മുമ്പ് അവരുടെ സാമ്പത്തിക സ്ഥിതി വട്ടപൂജ്യമായിരുന്നു. ഞാനൊരു സ്ഥലത്ത് ഒരു പ്രസംഗത്തിന് പോയപ്പോൾ അവിടെയുള്ള ആളുകൾ എന്നോട് പറഞ്ഞു, ഉസ്താദെ ഇവിടെ ഒരു മൗല്യരുണ്ട്, അയാൾ മുമ്പ് ഓതാൻ പറഞ്ഞയച്ച് നമ്മളെ യൂത്ത് ലീഗ് റിലീഫ് എടുത്തിട്ടാ, അവിടുത്തെ യൂത്ത് ലീഗ്. അതുപോലെ നാട്ടുകാർ മഹല്ല് കമ്മിറ്റി പിരിവെടുത്തുകൊണ്ട് അയാൾക്ക് ഒരു വീടുണ്ടാക്കി കൊടുത്തു. ഇന്ന് അയാളുടെ വീടിന്റെ മേലെ 8 ബാത്റൂം ഉണ്ട്. ഞാൻ ചോദിച്ചെന്താ നഴ്സിംഗ് ഹോമോ ചോദിച്ചു. അല്ല ഉസ്താദ്, അറ്റാച്ച് ചെയ്ത 8 ബാത്റൂമുള്ള ബെഡ്റൂം ഉണ്ട്, അത്രയും വലിയ വീടാണ്. ഞാൻ അന്നൊന്നും ഈ ചെറിയ വീട്ടിലാണെന്ന് പറഞ്ഞാണ്. തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു പോകുന്നു. ഒരു നേതാവിന്റെ അവസ്ഥ. വേറെ ഒരു സ്ഥാപനം ഒരു സ്ഥലത്ത് തുടങ്ങിയത്, സ്ഥാപനം തുടങ്ങാൻ വേണ്ടി ആദ്യം ഒരു നേതാവ് കുറച്ച് ആൾക്കാരോട് പറഞ്ഞു നമുക്ക് സ്ഥാപനം ട്രസ്റ്റ് ഉണ്ടാക്കാൻ. ട്രസ്റ്റ് ഉണ്ടാക്കി. അങ്ങനെ മെയിൻ ട്രസ്റ്റ് അയാൾ എല്ലാവരും കൂടി ഗൾഫിൽ പറഞ്ഞയച്ചു. ഗൾഫിൽ UAE വന്ന് അങ്ങനെ ഇവിടെ വന്ന് പിരിവെടുത്ത് ഇവിടെ നമുക്കറിയില്ല അതിന്റെ സ്വഭാവം. ഒരു മൂല്യം കുറെ ആൾക്കാരോട് വരുമ്പോൾ നമ്മൾ വലിയ സംഖ്യ എഴുതും, ആ തരാന്ന് പറയും. തരാറിനാല് ഈ പറഞ്ഞതിനുള്ളൂ. മുമ്പ് ഒരു പെങ്കട്ടേരൻ പറഞ്ഞാൽ ഈ പറഞ്ഞതിനുള്ളൂ ഇട്ടോ ആണോ പറഞ്ഞത്. ഇപ്പൊ പെങ്കട്ടേരൻ പറഞ്ഞില്ല ഈ പറഞ്ഞതിനുള്ളൂ, ആ പറഞ്ഞതിനുണ്ടെന്നുള്ളൂ, പിന്നെ കൊടുക്കൂലെന്ന് അതിന്റെ അർത്ഥം. ഇവൻ വിചാരിച്ച് ഈ പറഞ്ഞ അതന്നെ കിട്ടുള്ളൂ എന്നാ. എന്ന പോലെ ഈ പറഞ്ഞ തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞ മാതിരി നമ്മൾ അധികം ആൾക്കാരും കൊടുക്കൂല. അതാണ് ഇവിടുത്തെ അവസ്ഥ. പക്ഷെ ഇയാൾ നാട്ടിൽ പോയി വാക്തത്വ സംഖ്യക്ക് പോലും, കിട്ടിയതിന് മാത്രമല്ല വാക്തത്വ സംഖ്യക്ക് പോലും 40% കമ്മീഷൻ ആദ്യം എടുത്തിട്ട് ബാക്കിയാണ് കൊടുത്തു. അതിനുശേഷം സ്ഥാപനത്തിന് വേണ്ടി സ്ഥലം നോക്കാൻ തീരുമാനിച്ചു. അങ്ങനെ സ്ഥലം ഇങ്ങനെ നോക്കി അവസാന നമ്മളെ നേതാവിന് സ്ഥലം കിട്ടിയെന്ന് എല്ലാവരും സമാധാനിച്ച് യോഗം കൂടിയപ്പോ നേതാവ് ഇങ്ങനെ പള്ള കഴിഞ്ഞിട്ട് പറഞ്ഞു, ആ സ്ഥലം കിട്ടിയിക്കണ്, അത് പക്ഷെ ഞാൻ വാങ്ങിയതാണ് വ്യക്തിപരമായിട്ട്. സ്ഥാപനത്തിന് വേണമെങ്കിൽ നമുക്ക് തരാൻ കുഴപ്പമൊന്നുമില്ല. സ്ഥാപനത്തിന് സെന്റിന് 7000 രൂപ ലാഭത്തിന് അദ്ദേഹം മറിച്ച് വിറ്റു. ആ സ്ഥലം വ്യക്തിപരമായി വാങ്ങാനുള്ള കാശ് ഗൾഫിൽ വന്ന് സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞ് കടലാസിൽ എഴുതിയ വാക്തത്വ സംഖ്യക്ക് പോലും വാങ്ങിയ 40% കമ്മീഷനിൽ നിന്ന് സ്ഥലം വാങ്ങി സ്വന്തം പേരിൽ സ്ഥാപനത്തിന് 7000 സെന്റിന് മറിച്ച് വിറ്റു. അങ്ങനെ സ്ഥാപനം തുടങ്ങുന്നു. പിന്നെ അങ്ങോട്ടുള്ള കഥ പറയണ്ടല്ലോ. ഈ രൂപത്തിൽ അവരുടെ കൂട്ടത്തിലുള്ള ഓരോ നേതാക്കളുടെ നാട്ടിലെ മുമ്പത്തെ സാമ്പത്തിക സ്ഥിതി ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി അന്വേഷിക്കുക. വൻ കോടീശ്വരന്മാർ ഫോറിൻ വണ്ടികളിലാണ് അവർ സഞ്ചരിക്കുന്നത്. പറയുമ്പോ പറയും കിബിറോണ്ടല്ല കൂട്ടരെ. അള്ളാഹുവിന്റെ ദീന് പറഞ്ഞ് യതീമക്കളുടെ പേര് പറഞ്ഞത് ശരിയല്ല. അവർക്ക് ദുനിയാവാണ് ആവശ്യം. ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുക. എല്ലാവരും ഓരോ നാട്ടിലും പോയി നിഷ്പക്ഷമായി അന്വേഷിക്കും. നമ്മുടെ നേതാക്കളത് അന്വേഷിക്കും. ഒന്ന് വിശദമായ കൂടുതൽ ആ കാര്യം പറയുന്നില്ല.
വയനാട് ജില്ലയിലെ കാപ്പിത്തോട്ടങ്ങളും റബ്ബർ എസ്റ്റേറ്റുകളും അതുപോലെ ക്വാർട്ടേഴ്സുകളും കെട്ടിടങ്ങളും ജ്വല്ലറികളും ഒരുപാട് ബിസിനസ്സിൽ ഷെയറുകളും ആവശ്യമൊക്കെ പറയാം. എനിക്ക് തന്നെ സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. മറ്റൊന്ന് ഒരു പോയിന്റ്, അത് മറ്റൊന്ന് 89-ലാണ് 2 ഔദ്യോഗികമായി 2 അതിന്റെ മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആൾക്കാരുണ്ടായിരുന്നല്ലോ. 89-ൽ 2 ശേഷം ആ ഭാഗത്തു നിന്നുള്ള ഉന്നത നേതാക്കൾ സമസ്തയുടെ പാന്താവിലേക്ക് വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മാനേജർ, ബഹുമാനപ്പെട്ട പെണങ്ങോട് അബൂബക്കർ സാഹിബ്, മറുഭാഗത്ത് ബഹ്റൈനിലെ ഉന്നത നേതാവായിരുന്നു. മുസ്തഫ വൈസ്, റഹ്മാൻ വൈസ് അടക്കം കൊണ്ട് എത്ര നേതാക്കള്. പൊന്നുരുന്തി കുഞ്ഞാബ് മുസ്ലിയാർ ഈ അടുത്ത് വന്ന്, കക്കാട് മുഹമ്മദ് വൈസി അവിടുന്ന് മാറി. അതിനുശേഷം ഇതാ ഈ അടുത്ത് അബൂ ഇസ്ഹാഖ് ഇസ്മായിൽ മൗലവി സ്ഥാപനത്തിലെ ഉന്നത ബുദ്ധിരാക്ഷസനായിരുന്നു, അദ്ദേഹം വന്നു. ഇനിയും ഒരുപാട് സക്കാഫികൾ വന്നു, കൂടഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നു, 100 കണക്കിന് വന്നുകൊണ്ടിരിക്കുന്നു. അതേ സ്ഥാനം ഇവിടെ കൊടുക്കാൻ നേരത്തെ ഓഫർ കിട്ടിയ ഒരുപാട് ആൾ ഒഴിഞ്ഞു വരാൻ തയ്യാറായി നിൽക്കുകയാണ്. പക്ഷെ നമ്മളത് കൊടുക്കൂല, നമ്മുടെ പാരമ്പര്യതാണല്ലോ, അത് കൊടുക്കണില്ല, അതുകൊണ്ട് വരുന്നില്ല. നേരെ മറിച്ച് 89-ൽ 2 ശേഷം ഈ ഭാഗത്തുള്ള ഒരു പഞ്ചായത്ത് ഭാരവാഹിയെങ്കിലും അങ്ങോട്ട് പോയതായിരിക്കും പറയാൻ കഴിയും. പറയുമ്പോ ഇവിടെ വളരെ കഷ്ടപ്പാടാണ്. ഒരു കുട്ടിനെ കുട്ടിക്കാളുടെ ഇടങ്ങേറ്. ആ ഭാഗത്തു നിന്നാ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ആ ഭാഗത്തിൽ ഞങ്ങളാ ഭാഗത്തുള്ള ഒരു മോചേര് പറഞ്ഞു, എന്റെ ഒരു കുട്ടിനെ കെട്ടിക്കാൻ എനിക്ക് ആകെ 500 റുപ്യക്ക് എന്റെ അളിയനോട് നിശ്ചയം പറയുമ്പോ വണ്ടി വിളിച്ചൊരു ചെലവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി മുഴുവൻ മർക്കസിൽ നിന്ന് വന്ന് ചെമ്പും പുതിയാപ്പിളി ഒക്കെ അവിടെ തന്നെ, പണ്ടം പണം ഒക്കെ അവിടെ നിന്ന് വന്ന് ഒന്നും. ഇതൊക്കെ പാവം കുടുങ്ങിയ മൂല്യമായ കേസ്. നിങ്ങൾ കുറച്ചൊക്കെ ഓടിപ്പോയി പിന്നെ കീശിന്ന് പൈസ എല്ലാം എടുക്കുമ്പോൾ അങ്ങനെ മൂലൊക്കെ മാറിക്കും. നമ്മളെ സഹായിക്കാൻ ആരുമില്ലല്ലോ. നമ്മളൊക്കെ അവസ്ഥ. മറുഭാഗത്ത് ആ പേരിൽ ഇങ്ങനെ നടന്നു കൊടുത്താൽ മതി. കോടികൾ ഇങ്ങനെ ലക്ഷങ്ങളും ഒക്കെ സക്കാത്ത് ഫണ്ട് പല ഫണ്ടുമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്നിട്ട് പോലും ഈ ഭാഗത്തുനിന്ന് ഒരു കുട്ടി അങ്ങോട്ട് പോകുന്നില്ല. വൻ ഓഫറുകൾ ഉണ്ടായിട്ട് പോലും പോകുന്നില്ല. ആ ഭാഗത്തുനിന്ന് ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വന്നു. അത് ഒന്ന്. മറ്റൊന്ന്, 2 ഭാഗത്തുള്ള നേതാക്കൾ, നമ്മുടെ നേതാക്കൾ നിഷ്കളങ്കരാണ്. ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് ഇന്നും ജാമിയ നൂരി അറബി കോളേജിലേക്ക് പോകുന്നത് ബസ്സിന് തൂങ്ങി പിടിച്ചിട്ട് ഇന്നും പോകുന്നത്. നമ്മുടെ നേതാക്കളെ കാറിലും ലോറിയിലും ജീപ്പിലും ഒക്കെ അങ്ങനെ കഷ്ടപ്പെട്ട് പോവുകയാണ്, നടന്നിട്ട്. നമ്മുടെ നേതാക്കള് നമ്മളിങ്ങനെ തോന്നുക ഇത് ശരിയില്ല. കാരണം SKSF ഇങ്ങനെ പ്രവർത്തിച്ചിട്ട് എന്താ കാര്യം? മറുഭാഗത്താണ് ഈ നേതാക്കളൊക്കെ ഇങ്ങനെ ആ വലിയ ഫോറിൻ വണ്ടിയിലൊക്കെ അതിന്റെ ഗമ ഇങ്ങനെ കണ്ടാൽ ആ വലിയ വാച്ചും ആ കനുള്ള ചെരുപ്പ് ഇസ്തിരി ചെയ്യാത്ത ആ ഡ്രസ്സും ആ തലയിൽ കിട്ടും ഇങ്ങനെ എന്താ അതിന്റെ ഗെറ്റപ്പ്, കുറെ പരിവാരങ്ങളൊപ്പം. എന്നും രാവിലെ റേഡിയോ തുറന്ന TV തുറന്ന നേതാവിന്റെ പ്രസ്താവന. നമ്മളെ നേതാക്കൾ പ്രസ്താവനയും കൊടുക്കൂല. എവിടെയും പേരെയാണെങ്കിൽ തന്നെ വല്ല ഡ്രസ്സൊക്കെ കരിമ്പനടിച്ച് ആ പിന്നെ സൂപ്പർ 8ന്റെ അടയാളം അങ്ങനെ ഇന്ത്യന്റെ കേരളത്തിനും മേപ്പൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടുള്ള ആ കുപ്പായ കണ്ടിട്ട് എന്താ ഒരു കാര്യം നമുക്ക് തോന്നും. പക്ഷെ അവിടെ ഉള്ളത് ദുന്യാവാണ്. മഹാനായ KV SKSFന്റെ രൂപീകരണത്തിന്റെ പശ്ചാത്തലത്തേക്ക് ഞാൻ കടന്നിട്ടേ ഇല്ല. അത് മുഴുവൻ ഞാൻ MP മാറ്റിച്ചിരിക്കാം. ഇതൊക്കെ കണ്ട് നമ്മുടെ നേതാക്കളെ കൂക്കി വിളിക്കാനും കല്ലെറിയാനും തുടങ്ങിയപ്പോ പട്ടിക്കാട് ജാമിയ നൂർ അറബി കോളേജ് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ബഹുമാനപ്പെട്ട KV ഉസ്താദ്, കോട്ടുമർ ഉസ്താദ്, KK ഉസ്താദ്, രോഗികളായ ഉസ്താദന്മാർ കഷ്ടപ്പെട്ട് ജാമ്യയിലിരിക്കുമ്പോ അവര് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കുഗ്രാമങ്ങളിലൂടെ ഓടി നടന്നുകൊണ്ട് പള്ളിയും മദ്രസയും സ്ഥാപനങ്ങൾ ഉണ്ടാക്കി അതിലൂടെ വളർന്നു വന്ന മുത്താലിമീങ്ങള്, അതിലൂടെ സനതെടുത്ത ആലിമീങ്ങള് വന്യരായ ഉസ്താദന്മാരെ കൂക്കി വിളിക്കാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട ഉസ്താദന്മാരുടെ യോഗങ്ങളിൽ പോയി ഗരോവ് ചെയ്തു, പിക്കറ്റിംഗ് ചെയ്തു. ബഹുമാനപ്പെട്ട ഉസ്താദന്മാരെ പോലെ കയ്യേറ്റം നടത്തി. അപ്പൊ അവർ അള്ളാഹുവിനോട് ദുആ ചെയ്തു, തമ്പുരാനെ ഖിയാമത്ത് നാൾ വരെ ദീൻ നിലനിർത്താനുള്ള ഒരു പിൻഗാമികളെ ഉണ്ടാക്കണേ എന്ന് പറഞ്ഞപ്പോ അവരുടെ ദുആയുടെ ഉത്തരമായി കൊണ്ടാണ് SKSF പറന്നു വീണത്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഏതായാലും ഈ വിഭാഗം നല്ല ഉഷാറുള്ള പ്രവർത്തനാണ്. നമ്മളെ പ്രവർത്തനം വളരെ മോശമാണ്, അത് ശരിയാണ്. പക്ഷെ ബഹുമാനപ്പെട്ട KV ഉസ്താദ് വഫാത്താകുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ SKSFന്റെ കുറച്ചാളുകൾ കാണാൻ ചെന്നപ്പോ KV ഉസ്താദ് പറഞ്ഞു, പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. മറുഭാഗത്തിന്റെ തന്ത്രങ്ങൾ, അവരുടെ പണത്തിന്റെ ഹുങ്ക്, എന്തും ചെയ്യാൻ കേൾപ്പിട്ടുള്ള ഉത്സുകരായ പ്രവർത്തകർ, മീഡിയകളുള്ള സ്വാധീനം, ഇതൊക്കെ അവർക്ക് ശക്തമായി ഉണ്ട്. നമ്മൾക്കതൊന്നുമില്ല. അങ്ങനെയൊക്കെയാണെങ്കിലും പ്രിയപ്പെട്ട പ്രവർത്തകരെ നിങ്ങൾ നിരാശപ്പെടരുത്. അള്ളാഹുവിന്റെ സഹായം നമുക്കാണ് എന്ന് KV ഉസ്താദ് പറയുകയുണ്ട്. സത്യമാണ്. എത്രയോ മഹല്ലുകൾ നമ്മുടെ ഉസ്താദന്മാരെ ഖാദിയാക്കുന്നു. അവരെ മഹല്ലുകൾ ഖാദിയാക്കുന്നില്ല, അവരെ ഗ്രൗണ്ടുകളാണ് ഖാദിയാക്കുന്നത്. നാട്ടിൽ ഉസ്താദിന്റെ ഭാഷയിൽ ഖാദിയാകുമെന്ന് പറഞ്ഞാൽ അംഗീകാരമല്ലോ. ഗ്രൗണ്ടുകൾ അവരെ ഖാദിയാക്കുന്നു. നമ്മുടെ ഉസ്താദന്മാരെ മഹല്ലുകൾ ഐക്യകണ്ഠേനെ ഖാദിയാക്കുന്നു. പിന്നെ തെരഞ്ഞെടുപ്പ് വിവാദം എന്നൊക്കെ പറഞ്ഞാൽ അത് പുതിയ തെരഞ്ഞെടുപ്പ് ജയിച്ചതിന് ശേഷമുള്ള ചില ഇഷ്യൂകൾ രാഷ്ട്രീയക്കാർ മനസ്സിലാക്കുന്നത് നമ്മുടെ വേദിയിൽ പറയേണ്ടതല്ല. ഇപ്പൊ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ അവരെ സഹായിച്ചവരെ സഹായിക്കുകയായിരുന്നെങ്കിൽ പിന്നെ മുസ്ലിം ലീഗിന്റെ മന്ത്രിയായിരുന്ന ചെർക്കള അബ്ദുള്ള അദ്ദേഹം പൊട്ടുതൊട്ട സമയത്ത് ബഹുമാനപ്പെട്ട ഉമർ അലി ശിഹാബ് തങ്ങൾ സമസ്തയുടെ നയം വ്യക്തമാക്കി, ശക്തമായി ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞു. SVS പ്രസ്താവന ഇറക്കി, സമസ്തയുടെ നേതാക്കൾ പ്രസ്താവന ഇറക്കി. ആ സമയത്ത് സിറാജ് പത്രക്കാരെ താങ്ങി, അയാളെ സഹായിക്കുക, അയാൾ ഇങ്ങോട്ടും സഹായിച്ചു.
എന്നിട്ട് അയാൾ വൻ ഭൂരിപക്ഷത്തിൽ തോറ്റു. സഹായിച്ചവരെ സഹായിച്ചിട്ടുണ്ടോ? മറുപടി പറയണം. മറ്റൊന്ന്, മഞ്ചേരിയിൽ അബ്ദുൾ റബ്ബ് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. മുജാഹിദിനെ സഹായിച്ചത് കൊണ്ടാണോ നിങ്ങൾ? അതിന് മറുപടി പറയണം. സ്വന്തം സ്ഥാപനമുള്ള അവിടെ ലീഗിന്റെ സ്ഥാനാർത്ഥി ജയിച്ചു സഹായിച്ചത് കൊണ്ടാണോ? ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത്. അപ്പൊ ഇതൊക്കെ വെറുതെ ചില വാക്ക് കസർത്തുകൾ മാത്രമാണ്. സമൂഹം തിരിച്ച് മാത്രമല്ല, നിങ്ങൾ തുടങ്ങിയ പ്രസ്ഥാനം തുടങ്ങി 74 മുതൽ തുടങ്ങിക്കണ ലീഗിനെതിരിൽ എന്നിട്ട് എവിടെ പരാജയപ്പെടുത്തിപ്പോ ഇപ്പൊ പിന്നെ അങ്ങനെ അധികാരത്തിന് വേണ്ടി നടക്കുകയാണ്. അതിന് 1-2 കാര്യങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ്, ഇദാ റഅയ്തൽ ആലിമ യുഖാലിതു സുൽത്താന മുഖാലത്തൻ കസീറ ഫഅലം അന്നഹു ലിസ്സുൻ. ഒരു പണ്ഡിതൻ ഭരണാധികാരികളുടെ അടുക്കൽ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കണ കണ്ടാൽ അവൻ കള്ളനാണ്, നിങ്ങൾ മനസ്സിലാക്കിക്കോളിയും ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആലിമികളുടെ പണിപ്പെട്ടതല്ല അത്. അത്യാവശ്യ കാര്യങ്ങൾക്ക് പോണതിനെ പറ്റിയല്ല. മുഖാലത്തൻ കസീറ എന്ന് പറഞ്ഞു ഇങ്ങനെ നടക്കുക, ഡൽഹിയിൽ അവിടെ പോയി കാണുക, തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുക, വിജയിച്ച ഉടനെ പോയി കൈയൊടുക്കുക, അങ്ങനെയുള്ള പല തന്ത്രങ്ങളും. ഇതൊരു പണ്ഡിത ലക്ഷണമല്ല. ഫഅലം അന്നഹു ലിസ്സുൻ. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. നമ്മൾ പറയില്ല, ക്ഷമിക്കണം, നമ്മളോട് ക്ഷമിക്കണം. ബഹുമാനപ്പെട്ട യഹ്യ ഇബ്നു മുആദ് റാസി റഹ്മഹുല്ലാഹ് ദുനിയാവിന്റെ ആലിമീങ്ങളെ കണ്ട അങ്ങനെ പറയും, യാ അസ്ഹാബൽ ഇൽമ് ഖുസൂറുക്കും ഖൈസരിയ. നിങ്ങളെ കൊട്ടാരങ്ങളൊക്കെ കൈസറിന്റെ കൊട്ടാരമാണ്. വബുയൂത്തുക്കും കിസ്റവിയ. എന്നാ അതിലുള്ള അഹങ്കാരം പറയണില്ലേ? ഷെയ്ഖുനാന്റെ ആ കാറ്, ആ വീട്, ആ ഓഫീസ്, ആ രഹസ്യമുറി, അതിൽ ചർച്ചയുള്ള കൂടുതൽ പറയാം. വസ്വാബുക്കും ദാഹിരിയ. നിങ്ങളെ സവാബൊക്കെ ഇവിടുന്ന് കഴിഞ്ഞുകൊണ്ട്. മറാക്കിബുക്കും ഖാറൂനിയ. നിങ്ങളുടെ വാഹനമുണ്ടല്ലോ, അത് ഖാറൂനിന്റെ വാഹനമാണ്. അവനീക്കും ഫിർഔനിയ. വമഅ്സബുക്കും ജാഹിലിയ. വമദാഹിബുക്കും ശൈത്താനിയ. ഫഅൈന ശരീഅത്തുൽ മുഹമ്മദിയ. നിങ്ങളെ മൊത്തത്തിൽ നോക്കിയാൽ മുഹമ്മദിയായ ശരീഅത്ത് എവിടെയാണുള്ളത്? ബഹുമാനപ്പെട്ട യഹ്യ ഇബ്നു മുആദ് റാസി റഹ്മത്തുള്ളാഹി പറയുമായിരുന്നു, ദുനിയാവിന്റെ ആലിമീങ്ങളെ പോക്ക് അങ്ങനെയാണ്. ശിറാറുൽ ഉലമാ അല്ലദീന യഅ്തൂനൽ ഉമറാ. ഉമറാക്കളുടെ അടുക്കൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ശിറാറുൽ ഉലമാ ആണ്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ. ലാ തജ്ലിസു ഇൻദ കുല്ലി ആലിമിൻ ഇല്ലാ ഇലാ ആലിമിൻ യദഉകും മിൻ ഖംസിൻ ഇലാ ഖംസിൻ. എല്ലാ ആലിമീങ്ങളുടെ അടുത്തും പോയി ഇരിക്കരുത്. 5 കാര്യങ്ങളിൽ നിന്ന് 5 കാര്യങ്ങളിലേക്ക് ക്ഷണിക്കുന്ന ആളുകളുടെ പോകേണ്ടത്. ഒന്ന്, മിന ശക്ക് ഇലൽ യഖീൻ. ശക്ക് പറഞ്ഞിങ്ങനെ വിശ്വാസാക്കണവരത്ത് പോരുത്. യഖീൻ ഉറപ്പുള്ളത് പറഞ്ഞിരുന്നവരത്ത് പോകണം. ഒമിനൽ കിബിരി ഇല തവാദു. ഇബല് പറഞ്ഞൊക്കെ കിബിറാ. ഷെയ്ഖുനാന്റെ അത്, ആ തലീക്കെട്ട്, ആ കാറ്, അതൊക്കെ കിബിറാണ്. തവാദു, നമ്മുടെ ഉസ്താദന്മാരൊക്കെ തവാദുവിന്റെ ആൾക്കാരാണ്. അവർക്ക് അതിന് താല്പര്യമില്ല. അങ്ങനത്തെ ആലിമീങ്ങളുടെ കൂടെയാണ് പോകേണ്ടത്. ഒമിനൽ റിയാ ഇലൽ ഇഖ്ലാസ്. അവരുടെ വഴികൾ മുഴുവൻ റിയാവിന്റേതാണ്. തെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും ജയിക്കുമ്പോൾ ഞങ്ങളാണെന്ന് പറഞ്ഞ് കോളർ കാണിക്കുക, മുഷ്ടി ചുരുട്ടുക, അത് റിയാ ആണ്. തവാളുവിന്റെ ഭാഗത്തേക്കാണ് പോകേണ്ടത്. ഒമിനർ റഗബത്തി ഇല സുഹദ്. റഗബത്തല്ല, സുഹദാണ് വേണ്ടത്. മിനൽ അദാവത്തി ഇല നസീഹ. ജനങ്ങളുടെ ശത്രുത ഉണ്ടാക്കുന്ന വഴിയല്ല വേണ്ടത്, നസീഹത്തിന്റെ വഴിയാണ് വേണ്ടത്. ഇതിലേക്കൊക്കെ ഉപദേശിക്കുന്ന ആലിമീങ്ങളിലേക്കാണ് നിങ്ങൾ പോകേണ്ടത്. അവരുടെ ഉപദേശമാണ് തേടേണ്ടത്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആ വിഷയമായി പറയാനുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട SKSFന്റെ സഹപ്രവർത്തകരെ, ബഹുമാനപ്പെട്ട വളവട്ടൂര് പറഞ്ഞ വാക്കുകൾക്ക് അടിവരയിട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെയൊക്കെ ഫോട്ടോ കോപ്പി നമ്മൾ കാണിച്ചത്, കഴിഞ്ഞ നേതാക്കളുടെ ഫോട്ടോ കോപ്പി. ഇനി നമുക്ക് ഒറിജിനൽ കാണിക്കാൻ കഴിയണം. അതിന് അബുദാബി SKSF നല്ലൊരു മാതൃകയാവട്ടെ, തുടക്കമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, അതിനുവേണ്ടി ദുആ ചെയ്തുകൊണ്ട്, സമയം കവർന്നെടുത്തതിൽ നിങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ട്, യഥാർത്ഥമായ സമസ്തയുടെ വഴി അത് ഇഖ്ലാസിന്റെ വഴിയാണ്. നമ്മുടെ നേതാക്കൾ അവര് ചാനലുകളിൽ വിവാദ പുരുഷന്മാരല്ല. അതുപോലെ വിവാദപരമായ ലൈംഗിക പ്രശ്നങ്ങളിൽ അകപ്പെട്ടവരല്ല. സാമ്പത്തികമായ കള്ളക്കേസുകളിൽ കുടുങ്ങിയവരല്ല. CBIയുടെ കുറ്റവാളികളല്ല. നമ്മുടെ നേതാക്കൾ നിഷ്കളങ്കരാണ്. അവരൊരു പക്ഷേ നമ്മൾ കാണുന്ന പല യോഗ്യതകൾ കാണുന്നില്ലെങ്കിലും അതൊക്കെ അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് ഇഖ്ലാസോടുകൂടി ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അവരുടെ പിന്നിൽ നാം പ്രവർത്തിച്ചാൽ നമുക്ക് ഇഖ്ലാസോടുകൂടി പ്രവർത്തിച്ചാൽ വിജയമുണ്ടാകും. അള്ളാഹു വിജയം പ്രദാനം ചെയ്യുമാറാവട്ടെ. മറ്റതൊക്കെ ചില നൊരകളാണ്, അത് ബഹളങ്ങളാണ്, അത് അവസാനിച്ചു കൊണ്ടേയിരിക്കുകയാണ്.
അവസാനമുള്ള ആളിക്കത്തൽ മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ സത്യം മനസ്സിലാക്കി കൂട്ടത്തോടുകൂടി തറവാട്ടിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് വന്ന് ഇനിയും ഒരുപാട് വരാനുണ്ട്. അതിന്റെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം നേതാക്കളുടെ അവസാനം വലിയൊരു ദൃഷ്ടാന്തമായി സമൂഹത്തിന്റെ മുമ്പിൽ അതൊരു ചരിത്രമായി അവശേഷിക്കുന്ന ഒരു കാലം വിദൂരമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമസ്തയുടെ കീഴിൽ വിജ്ഞാനം, വിനയം, സേവനം എന്ന SKSF-ന്റെ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇഖ്ലാസോടുകൂടി നമ്മുടെ നേതാക്കൾക്ക് പിന്നിൽ അടിയുറച്ചുകൊണ്ട് ദീനിന് വേണ്ടി പ്രവർത്തിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.